രാഷ്ട്രചരിത്രം വായിച്ചാൽ താഴ്ന്നിരിക്കുന്ന ശിരസ്സുകൾ പോലും അറിയാതെ ഉയർന്നു പോകുന്ന ഇന്ത്യൻ വികാരം ഒരു തിരമാല കണക്കെ ഹൃദയങ്ങളിൽ ആഞ്ഞടിക്കുന്ന ആവേശത്തിന്റെ അധ്യായമാണ്. അന്നുയർന്ന സമരങ്ങളെ, ചോരയിൽ മുഖ്യ കൂട്ടക്കൊലകളിൽ ഗതികെട്ട് കിഴക്കൻ പാകിസ്ഥാന്റെ ജനം ആയുധം കയ്യിലേന്തിയ കാലമാണ്. ആ കൈകൾക്ക് രാജ്യം പിന്തുണ കൊടുത്ത കാലമാണ്. മുക്തിബാഹിനി ആ മിലിറ്ററി ജുണ്ടയോട് പോര് കുറിച്ച കാലം, ഈ രാഷ്ട്രത്തിന്റെ സേന ധാക്ക വളഞ്ഞ കാലം, ബംഗ്ലാദേശ് യുദ്ധകാലമാണ്. അന്ന് അന്ധമായ ഇന്ത്യ വിരോധത്തിൽ അമേരിക്ക, പാകിസ്ഥാൻ പക്ഷപാതികൾ. ഒരു സായാഹ്നത്തിൽ നിക്സന്റെ വൈറ്റ് ഹൗസിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. വിരട്ടാണ്. യാഹ്യാ ഖാനെതിരെ ആയുധമെടുത്ത ഭാരതം അതങ്ങ് താഴെ വെക്കണം, ഇല്ലെങ്കിൽ വരും തീർത്തു കളയാൻ ഞങ്ങളുടെ 7ാം കപ്പൽപ്പട. ഓർക്കണം, അന്ന് മൈറ്റി അമേരിക്കൻ 7th ഫ്ലീറ്റ് എന്ന് കേട്ടാൽ സോവിയറ്റ് റഷ്യയ്ക്ക് ഒഴിച്ച് ലോകരാഷ്ട്രങ്ങൾക്ക്, ആയുധ തമ്പ്രാക്കൾക്ക് പോലും മുട്ടുവിറക്കുന്ന സമഗ്രാധിപത്യ കാലമെങ്കിലും ആർജവത്തോടെ കേട്ടു ഒരു ശബ്ദം: പാകിസ്ഥാനെ പിന്തുണയ്ക്കലോ പിന്തുണയ്ക്കാതിരിക്കലോ നിങ്ങളുടെ രാജ്യധർമ്മം. പക്ഷേ അനുവാദം കൂടാതെ ഈ രാഷ്ട്രത്തിന്റെ സമുദ്രാതിർത്തി കടന്നാൽ ഏത് കൊമ്പത്തെ കൊടികെട്ടിയ കപ്പൽപ്പടയാണെങ്കിലും ആ പടയും അതിലെ പട്ടാളവും ജീവനോടെ തിരിച്ചു പോകണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. ലോക പോലീസെ പേടിപ്പിക്കല്ലേ. അധികാരക്കുന്നിൽ ഉയർന്നതാണ് വിറയ്ക്കാത്തൊരു ദുർഗാ ശബ്ദം. പേര് ഇന്ദിരാഗാന്ധി. 7ാം കപ്പൽപ്പട, 7ാം കൂലിക്കണക്ക് നങ്കൂരമിട്ടതും അമീർ ഖാൻ നിയാസിയുടെ കൂട്ടക്കീഴടങ്ങലും ആ രാജ്യത്തിന്റെ പിറവിയുമൊക്കെ കേവല ചരിത്രമല്ല, അത് അജയ്യ ഭാരത ദൃഷ്ടാന്തങ്ങളാണ്. അന്ന് സാക്ഷാൽ റിച്ചാർഡ് നിക്സന്റെ മൂക്കിന് നേർക്ക് ചൂണ്ടുവിരൽ ചൂണ്ടിയ ഒരു രാജ്യത്തിന്റെ പിന്മുറ പൗരന്മാരെ അറബുശാലയിലെ കാട്ടിത്തെളിക്കുന്ന കാലിക്കൂട്ടം കണക്കെ കയ്യും കാലും കെട്ടി പഞ്ചാബിൽ കൊണ്ട് തള്ളിയ കാഴ്ച കാണാവതല്ലത് ക്ഷതമാണ്, മുറിവാണ്. ശരിയാണ്, ഏത് ശാന്ത മനോഹര ജീവിത സ്വപ്നം കണ്ടാണെങ്കിലും രേഖകളില്ലാത്തൊരു കുടിയേറ്റം തെറ്റാണ്, സമ്മതിക്കുന്നു. പക്ഷേ യുദ്ധവിമാനത്തിൽ ബന്ദികളാക്കി ആട്ടിത്തെളിക്കാൻ അവർ ഗോൾഡി ബ്രാർ കണക്ക് മാഫിയ തലവന്മാരല്ല, മയക്കുമരുന്ന് ബലാത്സംഗികളല്ല. അവർ ഗുജറാത്തികളാണ്, പഞ്ചാബികളാണ്, ഹരിയാനക്കാരാണ്, ഈ രാജ്യത്തിന്റെ പൗരന്മാരാണ്, ഞങ്ങളുടെ കൂടപ്പിറപ്പുകളാണ്. മര്യാദ വേണം. ഒരു 40-കാരൻ ഹർവിന്ദർ സിംഗ് 40 മണിക്കൂറിന് നരകയാത്ര പറയലാണ്. മൂത്രമൊഴിക്കാനെങ്കിലും കൈവിലം കഴിക്കുന്ന പട്ടാളക്കാരാ എന്ന് കെഞ്ചേണ്ടി വരുന്നത് ഗതികേടിന്റെ പരമാവധി. അമേരിക്കൻ നയമാണെന്നൊരു കേന്ദ്രമന്ത്രിയുടെ കൊട്ടത്താപ്പ് ന്യായം ഇന്ത്യക്കാരന്റെ കാലുകൾ കൂട്ടിക്കെട്ടിയ കൂച്ചുവിലങ്ങിന്, അവഹേളനത്തിന് മറുപടിയാണോ? ആഴ്ചയൊന്നപ്പുറം അമേരിക്കയിലേക്ക് ട്രംപിനെ കാണാൻ പറക്കുന്ന പ്രധാനമന്ത്രി. രാഷ്ട്രത്തിന്റെ വേദന, രാജ്യത്തിന്റെ വിയോജിപ്പ് താങ്കളോട് പറയണം. മോഡി അത് പറഞ്ഞാലുമില്ലെങ്കിലും ആ കെട്ടകാഴ്ച കണ്ട് വേദനിച്ച് ഈ മഹാരാജ്യത്തിന്റെ മനസാക്ഷി മൗനമായെങ്കിലും ഉറക്കത്തന്നെ പറയുന്നുണ്ട്: ലോക പോലീസെ, അങ്കിൾ സാമെ, നിന്റെ ധാർഷ്ട്യം, നിന്റെ മുഷ്ക് ഇന്ത്യക്കാരന്റെ നെഞ്ചത്ത് വേണ്ട. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ശ്രീ ജോൺ ബ്രിട്ടാസ് MP, ശ്രീ രാജു പി നായർ, ശ്രീ PJ വിൻസൻ, ശ്രീ മിഥുൻ വിജയകുമാർ എന്നിവർ ചർച്ചയിലേക്ക് വരും മുൻപ് ഒരു ദൃശ്യങ്ങളൊന്ന് കാണാം. അത് അമേരിക്കൻ US പെട്രോൾ ആഘോഷത്തോടെ ഇറക്കിയ വീഡിയോ ആണ്. എന്താണ്? അവിടെ നിന്ന് വരുന്ന കുടിയേറ്റക്കാരെ കൈവിലങ്ങണിഞ്ഞ്, കാലിൽ കൂച്ചുവിലങ്ങണിഞ്ഞ് വിമാനത്തിലെ കാട്ടിത്തെളിക്കുന്ന ദൃശ്യങ്ങളാണ്. ജോൺ ബ്രിട്ടാസ്, നേരത്തെ ഉണ്ടായിട്ടുണ്ട് കുടിയേറ്റക്കാർ, അമേരിക്കൻ കുടിയേറ്റക്കാർക്ക് അവർക്ക് ഇഷ്ടമെങ്കിൽ അവിടെ തുടരണം എന്ന് വാശി പിടിക്കാൻ പറ്റത്തില്ല. നേരത്തെയും കുടിയേറ്റക്കാർ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. ഇക്കുറി പക്ഷേ ഈ കൈകെട്ടി, ഈ കാലുകെട്ടി കൂച്ചുവിലം കൊണ്ടുന്ന അപമാനത്തിന് ഇന്ന് സഭയിൽ മന്ത്രി ജയശങ്കർ പറഞ്ഞ മറുപടി ന്യായമായ മറുപടിയാണോ, തൃപ്തികരമായ മറുപടിയാണോ ശ്രീ ജോൺ ബ്രിട്ടാസ്? ഒരു ഇന്ത്യൻ പൗരൻ നിലയ്ക്ക്, ഒരു ജനപ്രതിനിധി നിലയ്ക്ക് തലകുനിക്കേണ്ടി വരുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് വിദേശകാര്യമന്ത്രി പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും പ്രസ്താവന നടത്തി. രാജ്യസഭയുടെ കീഴ്വഴക്ക പ്രകാരം പ്രസ്താവനയ്ക്ക് മേൽ ചോദ്യങ്ങൾ ചോദിക്കാൻ അംഗങ്ങൾക്ക് അവകാശമുണ്ട്. ഞാൻ ഉൾപ്പെടെ ഉള്ള ഏതാനും അംഗങ്ങൾ ചോദ്യം ചോദിച്ചു. ആ ഒരു 6 ഖണ്ഡിക വരുന്ന ആ പ്രസ്താവന ഒരുപക്ഷെ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ഒരു വഴിത്തിരിവിൽ, ഒരു വഴിത്താരയിൽ ദാസ്യ മനോഭാവത്തിൻ്റെ ഏറ്റവും വലിയ ഉദ്ഘോഷമായിരുന്നു. ഇന്ത്യക്കാർ കാൽച്ചങ്ങലയിട്ട് കയ്യാമം വെച്ച് അവരെ ഇങ്ങോട്ട് ഒരു സൈനിക വിമാനത്തിൽ പറഞ്ഞു വിടുമ്പോൾ നമ്മുടെ ആത്മാഭിമാനത്തിനേറ്റ മുറിവ്. ഒരുപക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ചെറുതായെങ്കിലും ഇന്ത്യക്കാരൻ്റെ അമർഷം, വിയോജിപ്പ്, പ്രതിഷേധം അവിടെ രേഖപ്പെടുത്തുമെന്നാണ്. ഒരു കാര്യം വ്യക്തമാക്കണം: ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, കൊളംബിയ പോലുള്ള രാജ്യങ്ങൾ, മെക്സിക്കോ പോലുള്ള രാജ്യങ്ങൾ, ഇപ്പം കൊളംബിയ എന്നുള്ള രാജ്യത്തിൻ്റെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സംസ്ഥാനത്തിൻ്റെ ജനസംഖ്യയ്ക്ക് അത്രയും വരുള്ളൂ, 5 കോടിയേ വരുള്ളൂ. ആ പല രാജ്യങ്ങളും ഇവരുടെ സൈനിക വിമാനങ്ങളെ ആദ്യം മടക്കി അയച്ചു. 5 കോടി ജനസംഖ്യയുള്ളത്. അതിനുശേഷം
പ്രോട്ടോകോൾ വേണമെന്ന് പറഞ്ഞു. അതിനുശേഷം കൊളംബിയ അവരോട് പറഞ്ഞു, അതായത് ഞങ്ങൾ വിമാനം അയക്കാം, ആ വിമാനത്തിൽ കയറ്റി മാന്യമായി അവരെ തിരിച്ചയക്കണമെന്ന്. ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. മൈ ഫ്രണ്ട് ട്രംപ് എന്നാണ് നരേന്ദ്രമോദി ട്രംപിനെ അഭിസംബോധന ചെയ്യുന്നത്. അമേരിക്കൻ വിദേശ നയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചങ്ങാതിയായിട്ട് സ്വയം അവതരിക്കുന്ന ആളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. അപ്പോഴാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രയും നിഷ്ഠൂരമായ രീതിയിൽ, അതായത് ഒരു മനുഷ്യൻ്റെ ഒരു ബേസിക്കായിട്ടുള്ള ഡിഗ്നിറ്റി, അന്തസ്സ് കാറ്റിൽ പറത്തിക്കൊണ്ട് അവരെ ഇങ്ങോട്ട് മൃഗങ്ങളെ കയറ്റി അയക്കുന്നത് പോലെ അയച്ചത്. ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ ഒരുപക്ഷെ ഇന്നത്തെ രാജ്യസഭാ നടപടിക്രമങ്ങൾ വീക്ഷിച്ചിരുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ഇന്നേ വരെ ഒരു ക്യാബിനറ്റ് മന്ത്രി, പ്രത്യേകിച്ച് ഒരു വിദേശമന്ത്രി, ഇതുപോലെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടില്ല. അദ്ദേഹം ബ്യൂറോക്രാറ്റിക് ആയിട്ടും നയതന്ത്രപരമായിട്ടുമുള്ള ചില ജാർഗൺസിൽ അഭിരമിച്ചുകൊണ്ടിരിക്കുകയല്ലാതെ കൃത്യമായ ഒരു ചോദ്യവും, ഇതിനു മുമ്പ് മിലിറ്ററി പ്ലെയിനിലാണോ നമ്മുടെ ഇന്ത്യക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? മറുപടിയില്ല. ഇതിനു മുമ്പ് കയ്യാമം വെച്ചാണോ കൊണ്ടുവന്നത്? മറുപടിയില്ല. ഇതിനു മുമ്പ് കാലിൽ ചെങ്ങലയിട്ടിരുന്നോ? മറുപടിയില്ല. ഇന്റർനാഷണൽ പ്രോട്ടോകോൾ പ്രകാരം നിയതമായിട്ടുള്ള രീതികൾ ഒരാളെ നാടുകടത്തുമ്പോൾ വേണമെന്നുണ്ട്. ആ അന്താരാഷ്ട്ര ചാർട്ടറിൽ ഒപ്പുവെച്ച രാജ്യമെന്ന നിലയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പൗരന്മാർക്ക് ലഭിക്കേണ്ട ചില അവകാശങ്ങളുണ്ട്. അത് പാലിക്കപ്പെട്ടോ? മിണ്ടുന്നില്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യം, 2022 ജനുവരിയിൽ പാർലമെന്റിൽ വിദേശകാര്യ മന്ത്രി മറുപടി പറഞ്ഞപ്പോൾ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. ഏത് നാടുകടത്തിലും ആദ്യം ഞങ്ങളുടെ എംബസിയും കൗൺസിലേറ്റുമായി ചർച്ച ചെയ്ത് അവരുടെ അനുമതിയോടുകൂടി മാത്രമേ നടത്താൻ പാടുള്ളൂ എന്ന്. ഞാൻ വേണമെങ്കിൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം എപ്പോഴാണെന്ന് പറയാം. 28/7/2022 രാജ്യസഭയിൽ നമ്മുടെ എംബസിയെയും കൗൺസിലേറ്റിനെയും അവർ ഉൾപ്പെടുത്തിയിരുന്നു. മറുപടിയില്ല. എത്ര പേരെ ഇനി അമേരിക്ക നാടുകടത്തും? മറുപടിയില്ല. എന്തുകൊണ്ട് നമുക്ക് യാത്രാ വിമാനങ്ങൾ അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ പറ്റില്ല? മറുപടിയില്ല. ഒരു സൈനിക വിമാനം നമ്മുടെ അതിർത്തിയിൽ പ്രവേശിക്കുമ്പോൾ അത് നമ്മുടെ പരമാധികാരത്തിന് നേർക്കുള്ള ഒരു ചോദ്യചിഹ്നമല്ലേ? അല്ല ബ്രിട്ടാസ്, ഇവർ കുറ്റവാളികളല്ല. ഇവർ മയക്കുമരുന്ന് മാഫിയക്കാരല്ല, ഇവർ ബലാത്സംഖ്യകളല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ പഞ്ചാബ് പോലീസ് പിടിച്ച് അകത്തിടേണ്ടതാണ്. ഒരറസ്റ്റ് പോലും ഉണ്ടായെന്ന് നമുക്കറിയില്ല. അവർ ചെയ്ത തെറ്റ് കുടിയേറ്റം തെറ്റാണ്, നമുക്കറിയാം. ഒരുപാട് രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുടിയേറ്റം ഉണ്ടാവുന്നുണ്ട്. എന്നിട്ട് അവരുടെ കയ്യും കാലും ബന്ധിച്ച് ആ വീഡിയോ എടുത്ത് ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ള സാഡിസം. നമ്മൾ സൗഹൃദ രാഷ്ട്രമാണെന്നുള്ള വെപ്പ്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഫ്രണ്ടാണല്ലോ ഈ പറയുന്ന ട്രംപ്. എന്നിട്ടും നമ്മളോട് കാണിക്കുന്ന എന്തിനാണ് ബ്രിട്ടാസ് ഇക്കാര്യങ്ങൾ? ഈ നെറികേട്, മര്യാദകേട്. ഹാഷ്മി, ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ, ഇന്ത്യൻ വിദേശകാര്യ വക്താവിൻ്റെ ഒരു പ്രതികരണം ഇന്നലെ വന്നിരുന്നു. അതായത് ഗോഠ്യമാലയിലേക്ക് കൊണ്ടുപോയ ആൾക്കാരെയാണ് കാലിൽ ചെങ്ങലയിട്ടത്, ഇന്ത്യക്കാരെയല്ല, തെറ്റായ ചിത്രമാണ് പ്രചരിപ്പിക്കുന്നതെന്നും പറഞ്ഞ് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് കഴിഞ്ഞ ദിവസം ഇന്നലെ ഇവിടെ ഒരു പത്രപ്രസ്താവന നടത്തിയിരുന്നു. അതിൻ്റെ പ്രതിഫലനം എന്തായിരുന്നറിയോ? അതിൻ്റെ പ്രതികരണം എന്ന നിലയിലാണ് US ബോർഡർ പെട്രോള് ഇന്ന് അവർ ഈ ഇന്ത്യൻ പൗരന്മാർക്ക് അവരുടെ കാലിൽ ചെങ്ങലയിടുന്ന പടം അവർ പോസ്റ്റ് ചെയ്തു. ആ വീഡിയോ പോസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇത് അമേരിക്കക്കാരൻ്റെ ദേശസ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് അവർ കൊട്ടിഘോഷിച്ചു. ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം, അമേരിക്ക എന്ന രാജ്യം ഉണ്ടായതിൻ്റെ കുടിയേറ്റത്തിലൂടെയാണ്. യഥാർത്ഥത്തിൽ അമേരിക്കയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ എണ്ണം, എത്ര പേർ അവിടെ ജനിച്ചവരുണ്ട്, എത്ര പേർ കുടിയേറിയവരുണ്ട്, എത്ര പേർ അവിടെയുള്ള പൗരന്മാർ വേറെ ഏതെല്ലാം രാജ്യങ്ങളിൽ ജനിച്ചവരാണ്. ഇപ്പം ഈ എലോൺ മസ്ക് ഉൾപ്പെടെയുള്ള ആൾക്കാർ, എത്രയോ ആൾക്കാർ. നേരവകാശി എന്ന് പറയുന്നത് ഈ ട്രംപിന്റെ ആദ്യ ഭാര്യ രണ്ടാമത്തെ ഭാര്യയൊക്കെ ഏത് രാജ്യക്കാരാ? ട്രംപിന്റെ കുടിയേറ്റ പാരമ്പര്യമോ? അത് മാത്രമല്ല അമേരിക്കയിലെ എല്ലാ പ്രസിഡന്റുമാരും അടിവരയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. കുടിയേറ്റത്തിലൂടെ രൂപീകൃതമായ പരിഷ്കൃത രാഷ്ട്രമാണ് ഞങ്ങൾ. കുടിയേറ്റത്തിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഞങ്ങളുടെ വാതായനം മറ്റുള്ളവർക്ക് തുറന്നിട്ട് കൊടുത്ത് അവരുടെ മസ്തിഷ്കം
അമേരിക്കയിലേക്ക് വന്നതുകൊണ്ടാണ് അമേരിക്ക സമ്പൽ സമൃദ്ധമായ രാജ്യമെന്ന് പറയുന്നു. ഇന്ത്യക്കാരൻ്റെ മസ്തിഷ്കം ഉപയോഗിച്ച് വളർന്ന ആ രാജ്യം ഇന്ത്യക്കാരോട് ഇങ്ങനെയാണോ ചെയ്യേണ്ടിയിരുന്നത്? ഓരോ വിദേശ നയത്തിൻ്റെ മുമ്പിലും സ്വാഭാവികമായിട്ട് അമേരിക്കയോട് താതാത്മ്യം പ്രാപിച്ച് അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചൊരു ചരിത്രമാണ് കഴിഞ്ഞ 10 വർഷമുണ്ടായത്. ഞാൻ വളരെ ഒരുപക്ഷെ ആരും പറയാത്തൊരു കാര്യമുണ്ട്, ഷോക്കിംഗ് ആയ ഒരു കാര്യം. അതായത് ഇന്ന് വിദേശകാര്യ മന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം മറച്ചു വെച്ചൊരു കാര്യമുണ്ട്. ഈ ഒരു ദൗർഭാഗ്യം നമ്മുടെ ഇന്ത്യൻ പൗരന്മാർക്ക് ഉണ്ടാകാൻ കാരണം എന്താണ്? 2024 നവംബറിൽ US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റം എൻഫോഴ്സ്മെൻറ്റ് ICE അൺകോപ്പറേറ്റീവ് കൺട്രീസ്, അതായത് സഹകരിക്കാത്ത നിസ്സഹകരിക്കുന്ന ഈ നാടുകടത്തലിൽ നിസ്സഹരിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യയെ ഉൾപ്പെടുത്തിയത്. ഇതിപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരമാണ്. 2024 നവംബറിൽ ഉൾപ്പെടുത്തിയപ്പോൾ അതിനുശേഷമാണ് മൈ ഫ്രണ്ട് ട്രംപ് എന്ന് പറഞ്ഞത്. ഈ 2024 നവംബറിൽ ഈ റിപ്പോർട്ട് വന്നപ്പോൾ എന്ത് നടപടിയാണ് ഇന്ത്യ സർക്കാർ കൈക്കൊണ്ടത്? എന്തുകൊണ്ട് ഇന്ത്യ സർക്കാരിന് അമേരിക്കൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറഞ്ഞ നാടുകടത്തപ്പെടേണ്ട ആൾക്കാരുടെ ലിസ്റ്റ് ഉണ്ടാക്കി അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള നടപടി എടുത്തുകൂടാ? ഇപ്പം ഗൾഫ് രാജ്യങ്ങൾ, ഇപ്പോൾ അമേരിക്ക ആണ് നമ്മുടെ സ്വന്തമെന്ന് പറയുന്നവരുണ്ടല്ലോ, നമ്മളുമായിട്ട് വലിയ സൗഹൃദമില്ലാത്ത രാജ്യങ്ങൾ പോലും ആംനസ്റ്റി പ്രഖ്യാപിച്ച് അവിടെയുള്ള ഇന്ത്യക്കാർക്ക് ഇങ്ങോട്ട് വരാനുള്ള അവസരവും സമയവും സാവകാശവും നൽകാറുണ്ട്. എന്തുകൊണ്ട് അമേരിക്കയുടെ ഏറ്റവും വലിയ നാച്ചുറൽ അലയിൽ നിന്ന് കൊട്ടിഘോഷിക്കുന്ന ഇന്ത്യക്ക്, ഇന്ത്യൻ ഗവൺമെൻറ്റിന് അതുപോലുള്ളൊരു സാവകാശം അമേരിക്കയോട് തേടാൻ കഴിഞ്ഞില്ല? കൊച്ചു കൊച്ചു രാജ്യങ്ങൾ, 4, 5, 3 കോടി ജനങ്ങൾ മാത്രമുള്ള രാജ്യങ്ങൾ പോലും അമേരിക്കയുടെ ഈ ധാർഷ്ട്യത്തിനെതിരെ പ്രതികരിക്കുമ്പോൾ ഈ വലിയ രാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന് ഒരു ശബ്ദം പുറത്തേക്ക് വരാത്തത് എന്തുകൊണ്ട്? കമാൻഡ് പ്രതിഷേധത്തിൻ്റെ ഒരു ജ്വാല, ഒരു പ്രതിഫലനം എന്തുകൊണ്ടുണ്ടാകുന്നില്ല? ഒരുപക്ഷെ അടിമത്തം അതിൻ്റെ ജീർണാവസ്ഥയിൽ നമ്മൾ ഇന്ന് കാണുന്ന ഒരു രംഗമാണ് ഇന്ന് രാജ്യസഭയിൽ ഞങ്ങൾക്ക് ദർശിക്കാൻ കഴിയും. പൗരൻ നിലയിൽ, എം പി എന്ന നിലയിൽ ലജ്ജിക്കേണ്ട നിമിഷങ്ങളാണ്. ശരി, ഞാൻ അങ്ങനെയൊക്കെ താമസിക്കും. മിഥുൻ വിജയകുമാർ, ഇവിടെ അമേരിക്കയുടെ ഏഴാം കപ്പൽപ്പടയോട് പോയി പണി നോക്ക് എന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധി പറഞ്ഞ ആ ആർജവം വേണ്ട, അത്ര കടുപ്പം വേണ്ട. ഈ കാണിച്ചത് ശുദ്ധമായ ഭാഷയിൽ അല്പം മര്യാദ കൊട്ട പണിയായിപ്പോയി അമേരിക്കയെ, അല്പം മര്യാദ കുറഞ്ഞ പണിയായിപ്പോയി ട്രംപെ. ഒന്നുമല്ലേ നമ്മൾ സൗഹൃദ രാഷ്ട്രമല്ലേ, ഒന്നുമല്ലേ എൻ്റെ ഫ്രണ്ടല്ലേ എന്ന് വളരെ ഒരു മയപ്പെട്ട വിയോജന ശബ്ദം അമേരിക്കൻ നയമെടുത്തു വെച്ച് അവർ കാണിച്ച നെറുകേടിനെ പ്രതിരോധിക്കുന്നതിന് പകരം ഒരു വിയോജിപ്പിന്റെ ശബ്ദം ഉണ്ടാവാത്തത് എന്താണ് അധികാര കേന്ദ്രങ്ങളിൽ, ഭരണകൂടത്തിൽ? മിഥുൻ വിജയകുമാർ. നോക്കൂ ഹാഷ്മി, താങ്കൾ ഇവിടെ ഇന്ദിരാഗാന്ധിയെ കോട്ട് ചെയ്ത് പറഞ്ഞത് ബംഗ്ലാദേശ് ലിബറേഷൻ വാറിൻ്റെ സമയത്തുള്ള ഒരു കാര്യമാണ്. അതിലേക്ക് ഞാൻ വരാം. പക്ഷേ ഇവിടെ നടന്നിട്ടുള്ളത് ഇല്ലീഗൽ ഇമ്മിഗ്രേഷനുമായി ബന്ധപ്പെട്ടുള്ളൊരു വിഷയമാണ്. നമ്മൾ നോർമൽ രീതിയിൽ അവിടേക്ക് ചെന്ന ഇമിഗ്രൻസിനെ തിരിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചു വിടുന്ന പോലുള്ളൊരു രീതിയിലാണ് ഇവിടെ ചർച്ച നടക്കുന്നത്. ഇല്ലീഗലി അമേരിക്കയിൽ എത്തിപ്പെട്ട ആളുകൾ, അതിൻ്റെ ശതമാനവും വളരെ കുറവാണ്. ആക്ച്വലി ഇന്ത്യൻ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 3% മാത്രമാണ്. പക്ഷേ എങ്കിൽ പോലും ഈ പറയുന്ന കാര്യങ്ങൾ ICEൻ്റെ പ്രോട്ടോകോൾസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവിടെ റിസ്ട്രെയിൻസ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ റിസ്ട്രെയിൻസ് യൂസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലത്തെ പ്രശ്നങ്ങളുണ്ടാവാം. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും അവിടെ എന്താ പറയുക, ഒരിക്കലും റെസ്ട്രെയിൻസ് അവർ യൂസ് ചെയ്യില്ല. അങ്ങനെയുള്ള അവരുടെ SOPയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രാക്ടീസ് ഇതിപ്പോൾ ആദ്യമായിട്ടല്ല. 2012 മുതൽക്കുള്ള ഡാറ്റ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വിശദമായിട്ടുള്ള ഡാറ്റ ഒരുപക്ഷെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. പ്രോട്ടോകോളും ഈ പറയുന്ന ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ആ ദൃശ്യം കണ്ടപ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ളത് ശ്രീ മിഥുൻ വിജയകുമാർ, ശരിയാണ്, ഈ പോയ 2 വർഷങ്ങളിൽ അൺപ്രസിഡന്റഡ് മൈഗ്രേഷനാണ് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇല്ലീഗലായി. ഏതൊക്കെ വഴിയാണ്? മെക്സിക്കൻ ഡെസേർട്ട് കടന്നും പല രാജ്യങ്ങൾ നടന്നു കടന്നും ജീവൻ പണയം വെച്ചും ഈ പറഞ്ഞ കാനഡയിലെ കൊടുംവനങ്ങളിലൂടെ കടന്നുപോയേക്കു എന്നാണ് ഈ പോയ 2 വർഷങ്ങളിൽ കണക്കില്ലാത്ത മൈഗ്രേഷൻ എന്നാണ് കണക്ക്. അതവിടെ നിൽക്കട്ടെ. എന്തുകൊണ്ടാണ് അങ്ങനെ രാജ്യം വിട്ട് ഗുജറാത്തികൾ, രാജ്യം വിട്ട് ഹരിയാനക്കാർ, രാജ്യം വിട്ട് പഞ്ചാബികൾ അമേരിക്കൻ ഡ്രീം യാഥാർത്ഥ്യമാക്കാൻ പോകുന്നു എന്ന ചോദ്യം വേറെയാണ്. അത് വേറെ ചർച്ച ചെയ്യാം. ഇവർ സാധാരണക്കാരാണ്, ഇവർ ഈ രാജ്യത്തെ പൗരന്മാരാണ്, ഇവർ കുറ്റവാളികളല്ലേ? മിഥുൻ വിജയകുമാർ വ്യക്തിപരമായി കാലിൽ കൂച്ചുവിലങ്ങിട്ട് ഇന്ത്യക്കാരെ കൊണ്ടുവന്ന് ഇവിടെ തള്ളുന്നതുകൊണ്ട് അങ്ങേക്ക് വേദന ഉണ്ടായോ? ഒരു ഇന്ത്യക്കാരൻ നിങ്ങൾക്ക് വേദന ഉണ്ടായോ ശ്രീ മിഥുൻ വിജയകുമാർ? ഹാഷ്മി, ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് എനിക്ക് വലിയ തോതിൽ വേദന ഉണ്ടായി. ലാൻഡ് ഓഫ് ദ ഫ്രീ എന്നറിയപ്പെടുന്ന അമേരിക്കയിലേക്ക് അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി പോയ ആളുകൾ
അനുഭവിക്കുന്ന വിഷമം കാണുമ്പോൾ ഏതൊരു മനുഷ്യനും, ഹ്യൂമാനിറ്റിയുള്ള ഏതൊരു മനുഷ്യനും തോന്നുന്ന വിഷമം എനിക്കും ഉണ്ടായി. പക്ഷേ ഇത് ഇന്ന് ആദ്യമായിട്ടല്ല, ഇപ്പോൾ വലിയൊരു മാധ്യമ പ്രാധാന്യത്തിന് കിട്ടിയെന്നത് ശരിയാണ്. പക്ഷേ ഇത് എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയായിരുന്നു. റെസ്ട്രെയിൻസ് അവർ ഉപയോഗിക്കാറുണ്ട്. അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ SOP-യിൽ പറയുന്നുണ്ട്. രാഷ്ട്രീയ തീരുമാനത്തിന് മുകളിലല്ലോ പ്രോട്ടോകോൾ. വിതിൻ വിജയകുമാർ, ഇതിനു മുമ്പ് ഇങ്ങോട്ട് കുടിയേറ്റക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്, സിവിൽ വിമാനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്, കൈവിലങ്ങ് അണിയിക്കാതെ കാലിൽ ഷാക്കിലിടാതെ കൊണ്ടുവന്നിട്ടുണ്ട് സാർ. ഇവിടെ ഹർവീന്ദർ എന്ന് പറയുന്ന ഒരു 40-കാരൻ പറയുകയാണ്, ഈ പറയുന്ന ഒരു ബെഞ്ച് പോലെ ഒരു കസേരയിൽ 40 മണിക്കൂർ മൂത്രമൊഴിക്കാൻ പോകാൻ വേണ്ടി കൈവിലം നയിച്ചതാ പ്ലീസ് എന്ന് കെഞ്ചണ്ടി വന്ന ഇന്ത്യക്കാരന്റെ ഗതികേട് പറയുകയാണ്. ഇന്ത്യക്കാരനേക്ക് അപമാനമാണത് അല്ലേ? ഹാഷ്മി, അൺഫോർച്ചുനേറ്റ്ലി അവർ കടന്നുപോയ വിഷമം നമുക്ക് എല്ലാവർക്കും റെസണേറ്റ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ അമേരിക്കൻ പ്രൊസീജിയർ അനുസരിച്ച്, ICയുടെ SOP അനുസരിച്ച് അവർ അങ്ങനെ തന്നെയാണ് എല്ലാ കാലവും ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊരു പുതിയ വിഷയമല്ല. ഇല്ലീഗൽ ഇമിഗ്രൻസിനെ, അത് ഏത് രാജ്യത്തെ ആളുകളാണെങ്കിലും അവർ ട്രീറ്റ് ചെയ്യുന്ന രീതി അങ്ങനെയാണ്. അപ്പം ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഡീപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് യൂസ് ചെയ്യുന്ന സിവിൽ എയർക്രാഫ്റ്റ് ആണെങ്കിലും എയർഫോഴ്സ് എയർക്രാഫ്റ്റ് ആണെങ്കിലും അതിൽ പറയുന്ന പ്രൊസീജിയർ പ്രകാരമാണ് അവർ ചെയ്തിട്ടുള്ളത്. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. റെസ്ട്രെയിൻസ് അവർ ഉപയോഗിക്കാറുണ്ട്. അത് കൃത്യമായിട്ട് അവരുടെ SOP-യിൽ പറയുന്ന കാര്യമാണ്. ഇത് പുതിയൊരു വാർത്തയൊന്നുമല്ല, ഇതൊരു പുതിയ സംഭവമല്ല. ഇത് എല്ലാ കാലത്തും അങ്ങനെ നടന്നിട്ടുണ്ട്. താങ്കൾ ഇവിടെ ഇല്ലീഗൽ ഇമിഗ്രേഷനെ കുറിച്ച് പറഞ്ഞു. പ്രോപ്പർ ആയിട്ടുള്ള ഇവാക്യുവേഷൻ പോലും ഇന്ത്യക്ക് നടത്താൻ സാധിച്ചിട്ടില്ല. താങ്കൾക്ക് ഒരു പക്ഷേ പഴയ ഗവൺമെന്റിന്റെ കണക്കെടുത്ത് നോക്കൂ. യമൻ സിവിൽ വാറിന്റെ സമയത്തുള്ള ഇവാക്യുവേഷൻ അന്ന് വളരെ വലിയൊരു പരാജയമാണ്. താങ്കൾക്ക് മനസ്സിലാവുന്നുണ്ട്, എന്റെ ചോദ്യം താങ്കൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ അമേരിക്കയിലേക്ക് രേഖകളില്ലാതെ എന്തോ സ്വപ്നത്തിന് വേണ്ടി, ഏതോ ശാശ്വത ജീവിതം സ്വപ്നം കണ്ട് അങ്ങോട്ടേക്ക് പല രാജ്യങ്ങൾ കടന്നു മരണത്തെ മുഖാമുഖം കണ്ട് പോകുന്ന വഴിയിൽ കപ്പൽ മുങ്ങി സഹയാത്രികർ മരിക്കുന്ന കാഴ്ച കണ്ട് 10-40 ലക്ഷം രൂപ മുടക്കി അങ്ങോട്ടേക്ക് പോകുന്ന ഈ പറയുന്ന മൈഗ്രേഷന്റെ കണക്കല്ല ഞാൻ പറയുന്നത്. ആ കുടിയേറ്റക്കാരെ അവിടെ നിർത്തണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. ഇങ്ങോട്ടേക്ക് ഇപ്പോൾ പോയ വർഷം 1000-ഓളം ആളുകളെ കൊണ്ടുവന്നു. എങ്ങനെ കൊണ്ടുവന്നു? സിവിലിയൻ വിമാനത്തിൽ രാജ്യത്തിനുള്ള ഡിഗ്നിറ്റി, പൗരനുള്ള ഡിഗ്നിറ്റി കൊണ്ടുവന്നു. ഇക്കുറി കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ഇക്കുറി കൊണ്ടുവരുന്നത് കാൽവിലങ്ങണിഞ്ഞാണ്. അത് ഈ രാജ്യത്തോട് കാണിക്കുന്ന അനാദരവല്ലേ മിഥുൻ വിജയകുമാർ? പോയ കാലത്തില്ലാത്ത പുതിയ പ്രോട്ടോകോൾ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇനി താങ്കൾ ഒരു 5 മിനിറ്റ് എനിക്കൊരു സമയം തരൂ സംസാരിക്കാൻ. നോക്കൂ, ഞാനിവിടെ കമ്പാരിസൺ നടത്തിയത്, ഇതിപ്പോൾ ഇല്ലീഗൽ മൈഗ്രൻസിന്റെ ഇഷ്യൂ ആണ് താങ്കൾ പറഞ്ഞത്. ശരിയാണ്, അവർക്ക് അവരുടെ SOP ഉണ്ട്. ഇല്ലീഗൽ മൈഗ്രൻസിന്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ അത്ര അധികം ഇടപെടാൻ സാധിക്കില്ല. പക്ഷേ പ്രോപ്പർ ആയിട്ടുള്ള ഇവാക്യുവേഷൻ നടക്കേണ്ട സംഭവങ്ങൾ 2014 മുമ്പ് നടന്ന കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. താങ്കളിവിടെ കമ്പയർ ചെയ്യുന്നത് മോദി ഭരണത്തെയാണല്ലോ. ഇവിടെ എല്ലാവർക്കും മോദി ഭരണത്തെയാണല്ലോ ക്രിട്ടിസൈസ് ചെയ്യേണ്ടത്. അതിനു മുമ്പ് നടന്ന ഇവാക്യുവേഷന്റെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ഗൾഫ് വാറിന്റെ സമയത്ത് ഹാഷ്മി, IK ഗുജറാളിന്റെ ബിസിനസ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമായിരുന്നു ഇവാക്യുവേഷന്റെ സൗകര്യം പോലും കിട്ടിയത്. അന്ന് അവിടെ സ്ട്രാൻഡേർഡായി കിടന്ന കുട്ടികൾ, സ്ത്രീകൾ, വൃദ്ധർ, ഇവരുടെയൊക്കെ കാര്യമൊന്നും ചോദിക്കാൻ ആരും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഇന്ന് വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇല്ലീഗൽ ഇമിഗ്രൻസിന്റെ വിഷയം വരുമ്പോൾ അമേരിക്കയുടെ ICയുടെ SOP ആണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ശരിയാണ്, അങ്ങനെ ഒരു മനുഷ്യനും അത് കടന്നു പോകാൻ പാടില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൂടെ ആരും കടന്നു പോകാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഒരു കമ്പാരിസൺ എടുത്ത് നോക്കുകയാണെങ്കിൽ, താങ്കൾ ഇവിടെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് പറഞ്ഞല്ലോ, മോദിയെ അല്ലെങ്കിൽ മോദി ഗവൺമെന്റ് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. 2014 മുമ്പ് നമുക്ക് കൃത്യമായ ഒരു SOP പോലും, പ്രോപ്പർ ആയിട്ടുള്ള ഇവാക്യുവേഷന് പോലും ഉണ്ടായിരുന്നില്ല. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലത്തെ എന്താ പറയുക, മുമ്പത്തെ കുറെ നമ്മുടെ രാജ്യത്തെ മനുഷ്യന്മാർ, തെറ്റ് ചെയ്യാത്തവർ, ഭാര്യമാരും കുഞ്ഞുങ്ങളുമായി വരുന്നവർ, ഭാര്യയ്ക്ക് മുന്നിൽ, കുഞ്ഞിന് മുന്നിൽ കൈവിലങ്ങുമായി കാൽഷാക്കളുമായി ഇരിക്കേണ്ടി വരുന്ന അവസ്ഥ ആലോചിച്ച് നോക്കൂ. ആ വേദനയിൽ പറഞ്ഞതാണ്, അല്ലാതെ ഞാൻ ആരെയും വിമർശിച്ചു. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ രാജു പി നായർ, ശ്രീ ബ്രിട്ടാസ് ഞാനെത്താമേ. ശ്രീ രാജു പി നായർ ഇന്ന് ബ്രിട്ടാസ് അടക്കം സഭയിൽ സാക്ഷ്യം വഹിച്ച എന്താണ്? ഇക്കാര്യങ്ങളൊക്കെ രാജ്യത്തിനറിയാം. ഇങ്ങോട്ട് വരുന്ന കാര്യം അറിയാം. എത്ര നമ്പറാണ് എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടോ എന്നറിയില്ല. പക്ഷേ അറിയാം, അവർ കൊണ്ടുവരുന്ന യുദ്ധവിമാനത്തിലാണെന്ന് അറിയാം. അവരെ കൊണ്ടുവരുന്നത് കാൽവിലങ്ങും കൈച്ചങ്ങലയും കാൽവിലങ്ങും അണിയിച്ചാണെന്ന് രാജ്യത്തിനറിയാം. രാജു പി നായർ, അതിൽ ഇന്നത്തെ ജയശങ്കർ പറയുകയാണ്, അതിൽ കുട്ടികളെയും സ്ത്രീകളെയും കാൽവിലങ്ങ് ഇടില്ല എന്ന് പറഞ്ഞു. എന്താണ്, മൂത്രമൊഴിക്കാൻ, ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ കാൽവിലങ്ങ് അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ടും നമ്മുടെ ഒരു വിമാനം അവിടെ ഇറങ്ങിയില്ല. നമ്മുടെ പൗരന്മാരാണെന്ന വില കൊടുത്ത് അവരെ ഇങ്ങോട്ടേക്ക് എടുത്തില്ല. എന്തുകൊണ്ടാണ് രാജു പി നായർ? അല്ല, ഇവിടെ 2-3 കാര്യങ്ങളുണ്ട് ഹാഷ്മി. ഒന്ന്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ US-നെ സംബന്ധിച്ചോളം US അന്താരാഷ്ട്ര കൺവെൻഷൻസിനെയും എല്ലാം ലംഘിച്ചുകൊണ്ട് ട്രംപ് വന്നതിന് ശേഷം എടുക്കുന്ന കാരണം ലോകത്തെ മുഴുവൻ നടക്കുന്ന ക്രമങ്ങളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക. അതിനു വേണ്ടിയിട്ട് ലോകത്ത് ഭീതി വിതച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇന്ത്യ മാസ് ഡിപ്പോർട്ടേഷൻ, ഇങ്ങനത്തെ ഒരു മാസ് ഡിപ്പോർട്ടേഷൻ ശരിക്കും പറഞ്ഞാൽ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ
7(1)(d) പ്രകാരം മാസ് ഡിപ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഈസ് എ ക്രൈം അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏതൊരു ഡിപ്പോർട്ടേഷനും അവരുടെ പാരന്റ് നേഷനായിട്ട് ചർച്ച ചെയ്ത് അവര് ആക്സെപ്റ്റ് ചെയ്യാൻ, ആ ഡിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായാൽ മാത്രമേ അയക്കാൻ സാധിക്കുള്ളൂ. അപ്പോ ഇന്ത്യയുമായി ഇത് ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ചർച്ച ചെയ്യാതെ ഇന്ത്യയുടെ അനുമതി ഇല്ലാതെയാണ് ഇവരെ അയച്ചത് എന്ന് പറയുകയാണെങ്കിൽ രണ്ട് കാര്യത്തിന് ഇന്ത്യ മറുപടി പറയേണ്ടി വരും. ഒന്ന്, US-ന്റെ എയർക്രാഫ്റ്റ് ഇന്ത്യൻ എയർ സ്പേസിൽ വരാനും അമൃത്സറിൽ ലാൻഡ് ചെയ്യാനും എന്തുകൊണ്ട് അനുമതി കൊടുത്തു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. അതിന് ഞങ്ങൾ അനുമതി കൊടുത്താണ് ഇറങ്ങിയത് എന്ന് പറഞ്ഞാൽ ഈ ഡിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ വരുന്നു എന്നുള്ളതും അവരെ ഏത് തരത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നുള്ളതും ഗവൺമെന്റിന് അറിയാം എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം നോക്കൂ, തെറ്റ് നമ്മളുടേതാണ്. തെറ്റ് നരേന്ദ്രമോദിയെ പോലെ ഒരാൾ അമേരിക്കയിൽ ചെന്ന് ടൈംസ് സ്ക്വയറിലും മറ്റുള്ളിടത്തുമെല്ലാം കാശ് കൊടുത്ത് ഇവന്റ് നടത്തി ആൾക്കാരെ കൂട്ടി പ്രസംഗിച്ചപ്പോ നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ അഭിമാനം വലിയ രീതിയിൽ വളർന്നിരിക്കുന്നു, ഇന്ത്യ വളരെ വലിയ ഡിപ്ലോമസി ഒരു മാറ്റം വന്നിരിക്കുന്നു. അന്ന് ഞങ്ങളെല്ലാവരും കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതാണ്, വിദേശ നയം ഇവന്റുകളല്ല, വിദേശ നയം കാലാകാലങ്ങളിൽ തുടർന്നു വന്നിട്ടുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് വിദേശകാര്യ നയം എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ മുഴുവൻ ഇത് വലിയ കൊട്ടിഘോഷിച്ച് ഇവന്റുകളെ ആഘോഷിച്ചു. ആ ഇവന്റുകളെ ആഘോഷിച്ചതിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇപ്പോൾ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇത്തരത്തിൽ, ഞാനിത് എങ്ങനെയാണ് ഇവരെ കൊണ്ടുവന്നത് എന്നുള്ളത് നേരത്തെ ഹാഷ്മിയും എല്ലാവരും സൂചിപ്പിച്ചുകൊണ്ട് ഇനി അതിനകത്തേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ നമ്മുടെ വിദേശകാര്യമന്ത്രി ആരാ? ജയശങ്കറാണ് വിദേശകാര്യമന്ത്രി. ഈ ജയശങ്കറിന് ഒരു പാസ്റ്റ് ഉണ്ട്, എന്താണെന്നറിയാമോ? അമേരിക്ക ഒബാമ അഡ്മിനിസ്ട്രേഷൻ ദേവയാനി കോർപ്പകടെ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിനെ അവർ കുറ്റം ചെയ്തത്, കാരണം കുറ്റം ചെയ്തത് എങ്ങനെയാ? അവരുടെ വീട്ടിലുണ്ടായിരുന്ന അവരുടെ ഹൗസ് ഹെൽപ്പ് അവർക്കെതിരെ പരാതി കൊടുത്തതാണ്. എന്തിന്? ടോർച്ചറിന് പരാതി കൊടുത്തതാണ്. അങ്ങനെ ടോർച്ചറിന് പരാതി കൊടുത്തിട്ട് ഒരു ക്രൈം ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ ദേവയാനി കോർപ്പടയെ അറസ്റ്റ് ചെയ്യുകയും സ്ട്രിപ്പ് സെർച്ച് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അന്ന് ഇന്ത്യ ഏറ്റവും വലിയ പ്രതിരോധം തീർത്തു. എന്തായിരുന്നു? US-നുള്ള എല്ലാ ബൈലാറ്ററൽ റിലേഷൻസും കട്ട് ചെയ്തു. എന്നിട്ട് ഡിപ്ലോമാറ്റ്സിനെ തിരിച്ചു. ഏറ്റവും അസാധാരണപരമായ നടപടി. മാത്രമല്ല, ആ എംബസിക്ക് മുന്നിൽ ഉണ്ടായിരുന്ന പോലീസിന് സെക്യൂരിറ്റി മുഴുവൻ വിഡ്രോ ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന ബാരിക്കേഡ് ഉൾപ്പെടെ അവിടെ നിന്ന് മാറ്റിയ ചരിത്രം നമുക്കറിയാം. അന്ന് ആരായിരുന്നു ഇന്ത്യയുടെ വിദേശകാര്യ എൻവോയ് US-ന്റെ എന്നറിയാവോ? ഇതേ ജയശങ്കറാണ്. ഇതേ ജയശങ്കർ. ഈ ജയശങ്കർ ഇന്ന് നരേന്ദ്രമോദിയുടെ കീഴിൽ വന്നപ്പോ അടിമത്തത്തിന്റെ ഇതിന്, കാരണം ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ആളല്ല, പക്ഷെ നരേന്ദ്രമോദിയുടെ അടിമത്വത്തിൽ ഇന്ത്യയുടെ അഭിമാനത്തെ പണയം വെച്ച ഒരു വിദേശകാര്യമന്ത്രിയായി ജയശങ്കർ തെളിയിക്കപ്പെടും. ചരിത്രത്തിൽ അദ്ദേഹത്തിന് വലിയൊരു നിയോഗം ഉണ്ടായിരുന്നു. അത് ദേവയാനി കോർപ്പറേഷൻ ഇഷ്യൂവിൽ ഇന്ത്യയുടെ ആത്മാഭിമാനം കാത്തു സൂക്ഷിച്ച ആൾ എന്ന നിലയിലായിരുന്നു. പക്ഷെ ഇന്ന് വർഷങ്ങൾക്ക് ശേഷം അതേ ജയശങ്കർ ഇന്ത്യയുടെ അഭിമാനത്തെ തകർത്ത ആളായിട്ട് മാറുന്ന ചരിത്രമാണ് ഇപ്പൊ കാണുന്നത്. ഇവിടെ വലതുപക്ഷ നിരീക്ഷകൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, വാർ ക്രൈംസ് അല്ലെങ്കിൽ വാർ സമയത്തുള്ള ഇവാക്വേഷൻ, വാർ ക്രൈംസ് ഉള്ള ഇവാക്വേഷനും ഇതും തമ്മിൽ എന്ത് ബന്ധം? കുവൈറ്റ് വാർ നടന്നപ്പോഴോ അല്ലെങ്കിൽ മറ്റു വാർ നടന്നപ്പോഴോ ഉണ്ടായിരുന്ന ഇവാക്വേഷനും ഈ ഡിപ്പോർട്ടേഷനും തമ്മിൽ എന്താ ബന്ധം? ഡിപ്പോർട്ടേഷൻ അന്താരാഷ്ട്ര കൺവെൻഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇന്ത്യ ഇവരെ എടുക്കാൻ, ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ഇവർ അവിടെ പാർപ്പിക്കേണ്ടി വരും. ഈ ആൾക്കാരെ അവിടെ പാർപ്പിക്കേണ്ടി വരും, സെറ്റിൽമെന്റുകൾ പാർപ്പിക്കേണ്ടി വരും. അതുൾപ്പെടെയുള്ള നയങ്ങളുണ്ട്. പക്ഷെ അതിനെയെല്ലാം ഇവര് ഇന്ന് മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ത്യയുടെ ആത്മാഭിമാനം ഇതിനപ്പുറം മുറിവേറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇന്ത്യയുടെ വിദേശകാര്യ നയം അട്ടർ ഫെയിലിയർ ആണെന്നുള്ളത് ഇതിനപ്പുറം മറ്റൊരു ഇതുണ്ടോ? നരേന്ദ്രമോദി എന്തായാലും അന്ന് ഈ ദേവയാനി കോബ്രയുടെ സമയത്ത് മൻമോഹൻ സിംഗ് പറഞ്ഞ വാക്ക് എന്താണ്? ഡിപ്ലോറബിൾ എന്ന വാക്കാണ് പറഞ്ഞത്. ശക്തമായ വാക്കാണത്. അത്രയൊന്നുമില്ലെങ്കിലും ഇതൊരു തെറ്റായിപ്പോയി എന്നെങ്കിലും ഒരു വിയോജനം ഈ രാഷ്ട്രം അർഹിക്കുന്നുണ്ട്. PJ വിൻസെന്റ് അധികാരമേറ്റ ട്രംപ് എന്തൊക്കെയോ ചെയ്തു കൂട്ടുകയാണ് എന്ന് പറഞ്ഞാൽ പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള രാഷ്ട്രീയ പ്രശ്നമായി നിൽക്കുന്ന പശ്ചിമേഷ്യയിലേക്ക് നോക്കി കൊള്ളാം, ഇത് കടലിനെ ഫ്രണ്ടേജ് ആക്കി നമുക്കിവിടെ ഒരു റിയൽ എസ്റ്റേറ്റ് നഗരം അങ്ങ് പണിഞ്ഞേക്കാം, ഗാസക്കാരൊക്കെ എങ്ങോട്ടേക്കും പോ എന്നൊക്കെ പറയുന്ന എന്താണ് വിവരക്കേട് പറയുന്ന രീതിയിൽ എന്തൊക്കെയോ ചെയ്തു കൂട്ടുകയാണ്. ആ ചെയ്തു കൂട്ടുന്നതിൽ ഒന്നായി വേണോ
ഇന്ത്യക്കാരെ കൈവിലങ്ങും കാൽവിലങ്ങും അണിയിച്ച് ഇങ്ങോട്ടേക്ക് അയക്കൽ മാത്രമാണോ? അതിൻ്റെ ചിത്രങ്ങൾ എടുത്ത് ലോകത്തെ മുഴുവൻ കാണിക്കുക എന്ന് പറയുന്ന നടപടി എന്തുകൊണ്ടാണ്? എന്തിനാണ് ആ സാഡിസം? ട്രംപിൻ്റെ നയങ്ങൾ അസാധാരണമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പനാമ കരാർ തിരിച്ചെടുക്കും, ഗ്രീൻലാൻഡ് സ്വന്തമാക്കും, കാനഡയെ അമേരിക്കയോട് ചേർക്കും, ഇങ്ങനെയൊക്കെയുള്ള പ്രസ്താവനകൾ നടത്തി. ഇപ്പോൾ ഗസയുടെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞ വി ഓൺ ഗസ എന്നാണ്, വി വിൽ ഹാവ് ഇറ്റ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഗസ ഞങ്ങൾ സ്വന്തമാക്കും, അവിടെ ടൂറിസത്തിൻ്റെ പ്രതീക്ഷയാക്കും, അങ്ങനെയൊക്കെയുള്ള പ്രസ്താവനകൾക്ക് അദ്ദേഹം നടത്തുന്നുണ്ട്. പക്ഷേ ഇന്ന് നടന്ന സംഭവം വളരെ കൃത്യമായി ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ ഇന്ത്യക്കാരെ അറിയിച്ചിട്ടുണ്ട്. ജനുവരി 20-ന് അദ്ദേഹം വൈറ്റ് ഹൗസിൽ പ്രവേശിച്ച സമയത്ത് ആ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി അവിടെ പങ്കെടുത്തിരുന്നു. ഡിപ്പോർട്ടേഷൻ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ചർച്ച ചെയ്തതായിട്ട് അമേരിക്കൻ മാധ്യമങ്ങളിൽ ന്യൂസ് വന്നിട്ടുണ്ട്. അതുപോലെ ഓവർ ടെലിഫോൺ നരേന്ദ്രമോദിയുമായിട്ട് ഡിപ്പോർട്ടേഷൻ സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ പ്രൊസീജിയർ സംബന്ധിച്ച് എന്താണ് അമേരിക്ക ചെയ്യാൻ പോകുന്നത് എന്ന കാര്യം വളരെ കൃത്യമായി ഇന്ത്യൻ ഭരണ നേതൃത്വത്തെ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ അറിയിച്ചിട്ടുണ്ട്. മോഡി ഫ്രണ്ട് ആയതുകൊണ്ട് അദ്ദേഹത്തെ നേരിട്ട് ഫോണിൽ വിളിച്ചും അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവർ തമ്മിൽ വളരെ നല്ല സൗഹൃദവുമാണ്. മൈ ഫ്രണ്ട് എന്ന് മോഡി പറയുന്നു. ട്രംപിൻ്റെ പ്രസ്താവന സമീപകാലത്ത് വന്ന ഫാൻറ്റാസ്റ്റിക് എന്ന പ്രയോഗം നടത്തി, മോഡി ഈസ് ഫാൻറ്റാസ്റ്റിക്. അങ്ങനെയൊക്കെയുള്ള പേഴ്സണൽ ബന്ധങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഇന്ത്യൻ പൗരന്മാരെ ട്രീറ്റ് ചെയ്തത് ഇൻഹ്യൂമൻ ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അവിടെ ഇൻ്റർനാഷണൽ കൺവെൻഷൻ ഉണ്ട്, ഇൻ്റർനാഷണൽ കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ദി മൈഗ്രൻ്റ് വർക്കേഴ്സ്. അത് നിരവധി രാജ്യങ്ങൾ, അമേരിക്കയും ഇന്ത്യയും അടക്കമൊക്കെ ഒപ്പിട്ട ഒരു കരാറാണ്. അത് പ്രകാരം മൈഗ്രൻ്റ് വർക്കേഴ്സിൻ്റെ മനുഷ്യാവകാശങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ കൺവെൻഷൻ ഓൺ മൈഗ്രേഷൻ, അഭയാർത്ഥികളെ സംബന്ധിച്ചും ഈ മൈഗ്രൻ്റ് വർക്കേഴ്സിനെ സംബന്ധിച്ചുമുള്ള ഇൻ്റർനാഷണൽ കൺവെൻഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസിലൊന്ന് നോ കളക്റ്റീവ് എക്സ്പെൻഷൻ എന്നാണ്. ഇവരെല്ലാം കൂട്ടത്തിൽ പിടിച്ച് എല്ലാവരെയും കൂടെ പുറത്താക്കാൻ സാധിക്കില്ല. മാത്രമല്ല അത് ഫെയർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവർക്ക് കൊടുക്കണം അവരെ കയറ്റി അയക്കുന്ന സമയത്ത്. അതുപോലെ ഇൻഡിവിജ്വൽ റിവ്യൂവിനുള്ള റൈറ്റ്സ് ഉണ്ട്. അവരെ കേൾക്കാൻ തയ്യാറാണ്. ഓരോ വ്യക്തിയെയും വ്യക്തിപരമായി കേൾക്കാൻ തയ്യാറാവണം. ഇന്ത്യയിലേക്ക് കയറ്റി അയക്കുന്ന ഓരോ അഭയാർത്ഥിയെന്നോ അല്ലെങ്കിൽ ഇല്ലീഗൽ മൈഗ്രൻസിനോ അനധികൃത കുടിയേറ്റക്കാരൻ ആരാണെങ്കിലും അവരെ ഡിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരെ ഇൻഡിവിജ്വലായിട്ട് കേൾക്കാൻ തയ്യാറാണ്. ഇത്തരത്തിലുള്ള ഘടകങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പം 1,75,000-ഓളം ആളുകൾ അനധികൃത കുടിയേറ്റക്കാരായി അമേരിക്കയിലുണ്ട് എന്നാണ് പ്യൂ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കണക്കുകൾ അവരിപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. അതിൽ വിസ കാലാവധി കഴിഞ്ഞിട്ട് അവിടെ താമസിക്കുന്ന ആളുകളുണ്ട്. സ്റ്റുഡൻറ്റ് വിസയിൽ പോയി പഠനം പൂർത്തിയാക്കിയതിന് ശേഷം അവിടെ തുടരുന്ന ആളുകളുണ്ട്. വർക്ക് വിസയിൽ പോയി അവിടെ തുടരുന്ന ആളുകളുണ്ട്. അതുപോലെ മലയാളത്തിൽ വന്ന സിനിമ നമുക്കെല്ലാവർക്കും അറിയാം, മെക്സിക്കൻ അപാരത. ആ സിനിമയിലൊക്കെ കൈകാര്യം ചെയ്യുന്ന വിഷയം ഇതാണല്ലോ. മെക്സിക്കൻ അതിർത്തിയിലൂടെ കാടും വീടും കടന്ന് അമേരിക്കയിലേക്ക് കടന്നുകൂടിയ ഈ മനുഷ്യക്കടത്ത് സംഘങ്ങളുടെ സഹായത്തിൽ അമേരിക്കയിലേക്ക് പ്രവേശിച്ചവരുണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. അവരെ തിരിച്ചിങ്ങോട്ട് അയക്കണം. ഇന്ത്യൻ പൗരന്മാരാണെങ്കിൽ അവരെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ എസ് ജയശങ്കർ പറയുന്നത് നോക്കൂ, ഇഫ് വി ആർ ഷുവർ ദാറ്റ് ദേ ആർ അവർ സിറ്റിസൺസ് വി ഹാവ് ഓൾവേസ് ബീൻ ഓപ്പൺ ടു ദർ ലെജിറ്റിമേറ്റ് റിട്ടേൺ ടു ഇന്ത്യ. എസ് ജയശങ്കറിൻ്റെ പ്രസ്താവനയാണ്. അപ്പോൾ അവർ ഇന്ത്യൻ പൗരന്മാരാണ് എങ്കിൽ, അവർ അനധികൃതമായി അമേരിക്കയിൽ താമസിക്കുകയാണെങ്കിൽ അവരെ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. അത് നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഈ വിമാനത്തിൽ ഇത്രയും ആളുകൾ ഇന്ത്യയിൽ എത്തി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അവർ ഇന്ത്യൻ പൗരന്മാരാണ് എന്ന് ഇന്ത്യക്ക് തീർച്ചയുണ്ട് എന്നാണ് അർത്ഥം. അങ്ങനെ നമുക്ക് തീർച്ചയുണ്ടെങ്കിൽ അവരെ മാന്യമായി ഇന്ത്യയിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഇന്ത്യൻ പൗരന്മാർക്കെതിരെ ഇൻഹ്യൂമനായിട്ടുള്ള ഒരു പെരുമാറ്റമുണ്ടായാൽ അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ നമ്മൾ തയ്യാറാവണം. അവർ ഇന്ത്യൻ പൗരന്മാരാണെന്ന് നമുക്കും അമേരിക്കയ്ക്കും ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ ആ വിമാനം ഇന്ത്യയിൽ പറന്നിറങ്ങിയത്. അപ്പോൾ ഇന്ത്യയിലെ പൗരന്മാരോട് ഈ രാജ്യത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അതാണ്. അവരെ മറ്റൊരു രാജ്യം വളരെ മോശമായി ട്രീറ്റ് ചെയ്താൽ, അന്താരാഷ്ട്ര കൺവെൻഷനുകൾ അടക്കം മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യത്വരഹിതമായി അവരോട് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇന്ത്യയിൽ നിന്നുണ്ടാവണം. അമേരിക്കയിൽ ഇത്തരം പ്രതിഷേധങ്ങളുണ്ട്. അപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. ഈ ഗണ്ടനാമോ തടങ്കൽ പാളയം ലോകത്തിലെ അതിഭീകരമായ തടങ്കൽ പാളയത്തിലൊന്നാണ്. അവിടെ വെച്ച് നഗ്നനായിട്ടുള്ള ഒരു തടവുകാരനെ ലിൻഡ എന്ന വനിതാ മിലിറ്ററി ഓഫീസർ ഒരു നായ ഉപയോഗിച്ച് പീഡിപ്പിക്കുന്ന രംഗം വൈറലായിരുന്നു ലോകത്തെമ്പാടും. അവരെ അമേരിക്കൻ നിയമം ഉപയോഗിച്ച് തന്നെ അവർക്കെതിരെ ക്രിമിനൽ നടപടികൾ എടുത്ത രാജ്യമാണ് അമേരിക്ക. അപ്പോൾ
അത്തരമൊരു രാജ്യമാണ് കൈക്കും കാലിനും വിലം കിട്ട ആളുകളെ ഇങ്ങോട്ട് കയറ്റി അയക്കുന്നത്. ഇതിൽ ഒരേ ഒരു കാര്യം മാത്രം വളരെ പ്രസക്തമാണ്. ഈ കയറ്റി അയക്കുന്ന ആളുകൾ ഹെയ്നസ് ക്രൈം ചെയ്ത ആളുകളാണെങ്കിൽ, ടെററിസ്റ്റുകളാണെങ്കിൽ, കൈ അഴിച്ചു വിടുകയോ കാലഴിച്ചു വിടുകയോ ചെയ്താൽ തൊട്ടടുത്തിരിക്കുന്ന ആളുകളെ കുത്തിക്കൊല്ലുന്ന അത്ര ബോൺ ക്രിമിനൽസ് ഒക്കെ ആണെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ ചെയ്യേണ്ടി വരും. ഇതങ്ങനെയൊന്നുമല്ല. അങ്ങനെയൊന്നും അമേരിക്കൻ രേഖയിലില്ല. അവർ ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്നതിനപ്പുറത്തേക്ക് ഒരു കേസും അവരുടെ പേരിൽ ചാർജ് ചെയ്തിട്ടില്ല. അങ്ങനെ വരുമ്പോൾ അവർ അനധികൃതമായി അമേരിക്കയിൽ പ്രവേശിച്ചവരാണ് എന്ന ചാർജാണ് അവരുടെ പേരിലുള്ളത്. അവരെ മാന്യമായി ഇന്ത്യയിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. 2009 മുതൽ ഈ പ്രോസസ്സ് ഇങ്ങനെ നടന്നു വരുന്നതാണ്. അതിൻ്റെ കണക്ക് ഓരോ വർഷവും എത്ര ആളുകളെ വെച്ചു ഇങ്ങോട്ട് കടത്തിവിട്ടു എന്ന കാര്യം ജയശങ്കർ അവതരിപ്പിക്കുകയുണ്ടായി. 2016 അത് 1000-ൽ കഴിയുന്നത്, 1000-ൽ കവിയുന്നത്. പക്ഷേ അവരെ എങ്ങനെ കൊണ്ടുവന്നു എന്ന ചോദ്യം പാർലമെൻറ്റ് അംഗങ്ങൾ ഉയർത്തി. അത് ബഹുമാനപ്പെട്ട പാർലമെൻറ്റ് അംഗം ജോൺ ബ്രിട്ടാസ് കൂടെയുണ്ട്. അദ്ദേഹം അടക്കം ആ ചോദ്യത്തിൻ്റെ ഭാഗമായി ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും ജയശങ്കർ ഉത്തരം പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇതിനു മുമ്പ് ഇന്ത്യയിലേക്ക് ഡീപ്പോർട്ട് ചെയ്ത ആളുകളെ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത്? അവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്? അവരെ വിമാനത്തിലാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവരെ കേട്ടിരുന്നോ? മാസ് ഡിപ്പോർട്ട്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ഈ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നില്ല എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ്. ഏതായാലും ഇതിനകത്ത് ഇന്ത്യ അമേരിക്ക ബന്ധങ്ങളിൽ അത് രാജ്യത്തിൻ്റെ നേതാക്കൾ തമ്മിലുള്ള വളരെ സൗഹൃദമോ അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദമോ ഇതൊക്കെ പ്രതിഫലിക്കേണ്ടത് ഈ രാജ്യത്തിലെ പൗരന്മാരെ പരസ്പരം എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യയിൽ വന്ന് കുറ്റകൃത്യം ചെയ്ത അമേരിക്കക്കാരുണ്ട്. അവരെ ഇന്ത്യ മാന്യമായി ട്രീറ്റ് ചെയ്യും. ഇന്ത്യൻ നിയമങ്ങൾക്കനുസരിച്ചായിരിക്കും അത് കൈകാര്യം ചെയ്യുക. അതുപോലെ അമേരിക്കയിൽ അഭയാർത്ഥികളെ പോയ ആളുകളുടെയും അവരെ ഡീപ്പോർട്ട് ചെയ്യുമ്പോഴും അവരെ കൈകാര്യം ചെയ്യുമ്പോഴും മാന്യമായിട്ട് കൈകാര്യം ചെയ്യണം. ഒരു ക്രിമിനലായ അമേരിക്കൻ പൗരനെ കയ്യും കാലം കിട്ടി അങ്ങോട്ടേക്ക് വിട്ടാൽ എന്താകും ട്രംപിന്റെ പ്രതികരണം? നമുക്ക് ഊഹിക്കാം. ഞാൻ അങ്ങനെ എത്താം. ജോൺ ബ്രിട്ടാസ് അതിനോട് ചേർത്ത് പറയേണ്ടത് സാൽവത്തോറെ ജിറോൺ, മാസിമിലാനെ ലാത്തോറെ, 2 പേരുകൾ നമ്മൾ മറക്കാനിടയില്ല. ഇറ്റാലിയൻ നാവികരാണ്. നമ്മുടെ പാവം മത്സ്യത്തൊഴിലാളികളെ ഒരു പ്രകോപനമില്ലാതെ വെടിവെച്ച് കൊന്നവരാണ്. നമ്മളിവിടെ മർഡർ കുറ്റം ചുമത്തിയവരാണ്. അവരെ ചുമത്തി അറസ്റ്റ് ചെയ്തു. ഉടനെ പറന്നിറങ്ങിയില്ലേ? ഇറ്റലിയിലെ പ്രധാനപ്പെട്ട ആളുകളോട് പറന്നിറങ്ങിയില്ലേ? എന്നിട്ട് അവരെ ഇവിടെ ഇറ്റലിയിലേക്ക് കൊണ്ടുപോയില്ലേ? ആ കേസ് അന്തരീക്ഷത്തിൽ ആവിയായി പോയില്ലേ? ഒരു രാജ്യം അതിൻ്റെ പൗരന്, അവരാരുമായിക്കോട്ടെ, കൊടുക്കുന്ന വിലയല്ലേ സാർ അത്? നമ്മുടെ പൗരന് നമ്മുടെ രാജ്യം കൊടുക്കുന്ന വിലയാണോ സാർ ഇന്ന് കണ്ടത്? ജോൺ ബ്രിട്ടാസ്. ഹാഷ്മി, അതായത് ഇപ്പോൾ ഒരു അമേരിക്കൻ പൗരന് എന്തെങ്കിലും ഒരു ചെറിയ അത്യാഹിതം സംഭവിച്ചാൽ അമേരിക്കൻ എംബസി പൂർണ്ണ സജ്ജമായിട്ട് അതിന് പിന്നാലെ ഉണ്ടാവും. എനിക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് കേസുകൾ ഇവിടെയുണ്ട്. ചെറിയ കാര്യങ്ങളായിരിക്കാം, ഒരുപക്ഷെ ഒരു എംബസിയുടെ ഇടപെടൽ വേണ്ടതില്ലെങ്കിൽ പോലും എംബസി പൂർണ്ണമായിട്ടും അതിൻ്റെ പിന്നിൽ വരും. ഇപ്പം ഇറ്റാലിയൻ മറൈൻസിൻ്റെ കാര്യത്തിൽ ഹാഷ്മി പറഞ്ഞത് വളരെ കൃത്യമാണ്. ഇറ്റാലിയൻ ഗവൺമെൻറ്റാണ് നഷ്ടപരിഹാരം കൊടുത്തത്. നോക്കുക, ആ വ്യക്തികളൊന്നുമല്ല, ഗവൺമെൻറ് നഷ്ടപരിഹാരം കൊടുത്ത് ഇവരെയും കൊണ്ടുപോയി. ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ കടന്നുകൂടിയ ചില അപാകതകളോ തെറ്റുകളോ ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. എനിക്കറിയില്ല, ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ഇവിടെ വാദഗതികൾ ഉന്നയിച്ച അദ്ദേഹം ഈ കുവൈറ്റ് ഇവാക്യുവേഷൻ്റെ കാര്യം പറഞ്ഞു. ഒന്നുകിൽ അദ്ദേഹം ഗ്രഹപാഠം ചെയ്തിട്ടില്ല, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയില്ല. 1990 ഞാൻ ഡൽഹിയിൽ മാധ്യമപ്രവർത്തകനായിരിക്കുമ്പോൾ നടന്ന ഒരു എവാക്യുവേഷനാണ് IK ഗുജറാളിൻ്റെ നേതൃത്വത്തിൽ. അന്ന് KP ഉണ്ണികൃഷ്ണൻ, മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, കേന്ദ്രമന്ത്രി, അദ്ദേഹം അതിൻ്റെ നേതൃത്വം വഹിച്ചിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിലെ സുവർണ ലിപികളിൽ എഴുതപ്പെട്ട എവാക്യുവേഷനായിട്ടാണ് അതിനെ കണ്ടത്. ഒരു സൈനിക വിമാനം അങ്ങോട്ട് അയച്ചില്ല എൻ്റെ സ്നേഹിത. 1,70,000 ഇന്ത്യക്കാരെ കൊണ്ടുവന്നു. എയർ ഇന്ത്യ ഗിന്നസ് ബുക്കിൽ സ്ഥാനം പിടിച്ച എവോക്കേഷനാണ് ചരിത്രത്തിൽ. അതിനെയാണ് ഇപ്പോൾ താങ്കൾ ഇവരെ ഈ ചെയിനിട്ടിട്ട് കയ്യാമം വെച്ച് കൊണ്ടതുമായിട്ട് താരതമ്യം ചെയ്ത്. ഒന്നുകിൽ താങ്കളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു, അതല്ലെങ്കിൽ താങ്കൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. ഞാനതിന് നേരിട്ട് സാക്ഷ്യം വഹിച്ച ആളാണ്. അവിടെ നിന്ന് വന്ന ആൾക്കാരെ കാണുകയും അവരുടെ അടുത്ത് നിന്ന് പല കാര്യങ്ങൾ ചോദിക്കുകയും, അന്ന് മലയാളികൾ എത്ര സന്തുഷ്ടരായിരുന്നു. അന്ന് കുവൈറ്റിൽ നിന്ന് വന്ന മലയാളികൾ ഇപ്പോഴും നമ്മോടൊപ്പം ഉണ്ടല്ലോ. അവരോട് ചോദിച്ചു ഏത് രീതിയിലാണ് കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോഴും കേന്ദ്ര സർക്കാർ എവാക്യുവേഷൻ നടത്തുമ്പോൾ, അതായത് ഉക്രൈനിൽ നിന്ന് വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന സമയത്തും ആ 90-ലെ കുവൈറ്റ് എവോക്കേഷൻ്റെ ആ മാതൃകയാണ് പിന്തുടരുന്നതെന്നുള്ള കാര്യം എൻ്റെ സ്നേഹിതൻ മനസ്സിലാക്കുക. 2, ഇത് ചെറിയ അംഗസംഖ്യയല്ല ഹാഷ്മി. ഇപ്പം വിൻസെൻ്റ് പറഞ്ഞതിൽ ചെറിയ അപാകതയുണ്ട്. ഇപ്പോൾ ഞാൻ എക്സ്റ്റേണൽ അഫയേഴ്സ് വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമാണ്. ഇന്നലെ കൂടി ഞങ്ങളുടെ യോഗം നടന്നപ്പോൾ ഈ അംഗസംഖ്യ സംബന്ധിച്ചുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നു. 7,25,000
ഇല്ലീഗലായിട്ടുള്ള ഇന്ത്യക്കാരുടെ പട്ടികയാണ് അമേരിക്കയുടെ പക്കലുള്ളത്. 7,25,000. അത് 2023-24 വരെയുള്ള കണക്കാണ്. അതിനുശേഷമുള്ള കണക്ക് ഇനിയും വരാനുണ്ട്. അത് ഇരട്ടിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ള സൂചനയാണ് അവിടെ നിന്ന് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ചെറിയ ഒരു പ്രശ്നമല്ല, ഇത് വലിയ ഒരു വിപത്തായിട്ട് വന്ന് ഭവിക്കുകയാണ്. ഇനി രണ്ട് വശമുണ്ട്. എങ്ങനെയാണ് ഇവർ അങ്ങോട്ട് പോയത്? ആ പോകുന്നതിന് ആരൊക്കെയാണ് പ്രോത്സാഹനം നൽകിയത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പൽ സമൃദ്ധമായിട്ടുള്ള മാതൃകാ സംസ്ഥാനമായ ഗുജറാത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അങ്ങോട്ട് പോയിട്ടുള്ളതെന്നുള്ള വിവരം അറിയാലോ. ഏറ്റവും കൂടുതൽ ഈ ഡോങ്കി പരിപാടി ഉള്ള ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. പോട്ടെ, അതിനെക്കുറിച്ച് നമ്മൾ അങ്ങോട്ട് കിടക്കുന്നില്ല. പക്ഷേങ്കിൽ ഇതിൽ ബേസിക്കലി വന്നിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ചെറിയ രാജ്യങ്ങൾ പോലും ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ രാജ്യം ചെയ്യുന്നില്ല. ഇന്ത്യക്കൊരു പാരമ്പര്യമുണ്ട്. അതായത് ചേരിചേര രാജ്യങ്ങളുടെ നെടുനായകത്വം വഹിച്ച ഒരു രാജ്യമാണ് ഇന്ത്യ. അതിൽ നിന്ന് നമ്മൾ ഒരുപാട് പിൻവാങ്ങി സന്ധി ചെയ്ത് അമേരിക്കൻ വിദേശ നയത്തിൻ്റെ വാലിൽ നമ്മളെ കൊണ്ട് കെട്ടി. പക്ഷെ അങ്ങനെ കെട്ടുമ്പോഴും ഇന്ത്യയുടെ ശക്തി നമ്മുടെ ഭരണാധികാരികൾ തിരിച്ചറിയണം. ഒരു കൊളംബിയ പോലുള്ള ഒരു കർണാടക സ്റ്റേറ്റിൻ്റെ അത്രയും പോലും വലിപ്പമില്ലാത്തൊരു രാജ്യത്തിന്, അതായത് ട്രംപ് ഭരണകൂടവുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് അവരുടെ വിമാനങ്ങൾ അയക്കാമെങ്കിൽ ഇത്രയും സന്നാഹങ്ങളുള്ള ഇന്ത്യ സർക്കാരിന് അവർ ലിസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാരെ വെരിഫൈ ചെയ്ത് അവരെ നമ്മുടെ വിമാനങ്ങളിൽ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്താണ് തടസ്സം? ഇതിനൊന്നും ഉത്തരവില്ല. യഥാർത്ഥത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു വളരെ സിമ്പിളായിട്ട് ചെറിയ രാജ്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമാണ് പ്രധാനം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ജയശങ്കറിൻ്റെ 6 ഖണ്ഡിക ദാസ്യ പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ പറയുന്ന നാട് കടത്തുക എന്ന് പറയുന്നത് ഇത് ആദ്യത്തെയല്ല, 2009 മുതലുള്ള കണക്ക് തന്നു. ഞാൻ ആ കണക്ക് കൂട്ടിയപ്പോൾ 15,576 ഇന്ത്യക്കാരെ അമേരിക്ക 2009 മുതൽ നാട് കടത്തിയിട്ടുണ്ട്. ആ പ്രസ്താവനയിൽ കൃത്യമായിട്ട് അത് വളരെ വസ്തുതാപരമാണ്. പക്ഷെ അവരെ എങ്ങനെയാണ് നാട് കടത്തിയത്? അവരെ നാട് കടത്തുന്നതിന് മുമ്പ് നമ്മുടെ അവിടുത്തെ കോൺസുലേറ്റുകളുമായിട്ടും എംബസിയുമായി ബന്ധപ്പെട്ട് മുൻകൂട്ടി വിവരം അറിയിച്ച് യാത്രാ വിമാനങ്ങളിലാണ് ഇങ്ങോട്ട് കയറ്റി അയച്ചിട്ടുള്ളത്. ഇതാദ്യമായിട്ടാണ് ഒരു മിലിറ്ററി വിമാനത്തിൽ കയറി. ഇനി ഞാനൊരു ചെറിയൊരു ശകലം വായിക്കാം. ഇത് ജോൺ ബ്രിട്ടാസ് കണ്ടെത്തിയതെന്ന് പറയുന്നത് ന്യൂയോർക്ക് ടൈംസിൻ്റെ ഒരു വാർത്തയാണ്. ശ്രദ്ധിക്കുക, ഇത് ന്യൂയോർക്ക് ടൈംസ് ആണ്, അതായത് അമേരിക്കയുടെ പത്രമാണ്. മിലിറ്ററി പ്ലെയിൻസ് ഹാവ് റെയർലി ബീൻ യൂസ്ഡ് ഇൻ പാസ്റ്റ് ബൈ ദ US ഫോർ ഡിപ്പോർട്ടേഷൻ. വളരെ അപൂർവമായിട്ട് മാത്രമേ ഈ സൈനിക വിമാനം മുൻകാലങ്ങളിൽ അമേരിക്ക ഉപയോഗിച്ചിട്ടുള്ളൂ. ഈ അടുത്ത കാലത്ത് ഈ 6 അതുപോലുള്ള ദൗത്യങ്ങൾ മാത്രമേ സൈനിക വിമാനങ്ങൾ ചെയ്തിട്ടുള്ളൂ. അതും അയൽവക്കത്തുള്ള തൊട്ട് ഉരുമിയിട്ടുള്ള രാജ്യങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണ് ഈ എക്സെപ്ഷണലി 6 7 എന്ന് പറയുന്നത് ഉപയോഗിച്ചിട്ടുള്ളത്. ഹാഷ്മി, ഭൂഖണ്ഡങ്ങൾ താണ്ടി 40 മണിക്കൂർ യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു ഇന്ത്യൻ പൗരന് വേണ്ടിയിട്ട് ഒരു യാത്രാ വിമാനം ഏർപ്പെടുത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? ഇന്ത്യയുടെ പരമാധികാരം, സ്വാതന്ത്ര്യം, നമ്മുടെ പ്രസ്റ്റീജ് എവിടെ എത്തി നിൽക്കുന്നു? ഇതൊക്കെയല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതല്ലാതെ ഇത് പ്രോട്ടോക്കോൾ. ഇനി വേറെ ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഈ വെക്കാബുലറി ഉപയോഗിക്കുന്നു. ഇപ്പോൾ എൻ്റെ സ്നേഹിതൻ മറ്റേ മോഡി ഗവൺമെൻറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുന്ന ആളും ഉപയോഗിച്ചൊരു പദമുണ്ട്. എനിക്ക് വലിയ കൗതുകമുണ്ട്. അതായത് ഈ പറഞ്ഞ പ്രോട്ടോക്കോൾ പ്രകാരം റിസ്ട്രെയിൻ ഉപയോഗിക്കുന്നു. റിസ്ട്രെയിൻ, ഏത് റിസ്ട്രെയിന്? എന്താ റിസ്ട്രെയിൻ? സാറേ, മലയാളിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, ജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഭാഷ പറ. റിസ്ട്രെയിനാ? എന്താ റിസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ? കയ്യാമം അല്ലെങ്കിൽ കാലിൽ ചങ്ങല. നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞുകൂടെ? അതിന് സാധാരണക്കാർക്ക് മനസ്സിലാകുന്നൊരു ഭാഷയുണ്ടല്ലോ. ഒന്നിലെ കയ്യാമം വെക്കും അല്ലെങ്കിൽ കാലിൽ ചങ്ങലയിടും. നിങ്ങൾ ഇങ്ങനത്തെ ആർക്കും മനസ്സിലാകാത്ത ചില പദാവലികൾ എന്തിനാണ് എടുത്തുപയോഗിക്കുന്നത്? ഇത് ആരെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? അതായത് ഇത് ഇങ്ങനത്തെ ഉള്ള ചപ്പടാച്ചുകളിലൂടെയൊന്നുമല്ല നമ്മൾ ഇതുപോലത്തെ ഗൗരവമായിട്ടുള്ള വിഷയത്തെ കാണേണ്ടത്. അതായത് 7,25,000 ഇന്ത്യക്കാർ ഇങ്ങോട്ട് കയറ്റിവിടുന്ന ഒരു വക്കിൽ നിൽക്കുന്നു. അവരെ എങ്ങനെ നമ്മൾ കൊണ്ടുവരും? അവരെ തിരിച്ചെടുക്കണം, ഒരു സംശയമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അവർ അനധികൃതമായി പോയതാണ്. അമേരിക്കയ്ക്ക് വേണ്ടെങ്കിൽ നമ്മളവരെ തിരിച്ചെടുക്കണം. പക്ഷേ എടുക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും നമുക്കൊന്ന് നെഗോഷിയേറ്റ് ചെയ്തുകൂടെ?
ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച റിപ്പോർട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, 2024 നവംബറിൽ അമേരിക്ക തന്നെ ഏകപക്ഷീയമായിട്ട് അവരുടെ റിപ്പോർട്ടിൽ കോപ്പറേറ്റ് ചെയ്യാത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ നമ്മളെ പെടുത്തിയിട്ടുണ്ട്. അതെന്തുകൊണ്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല ഇതുവരെ? നിങ്ങൾ എന്തുകൊണ്ട് ഇത് അറിയിച്ചിട്ടില്ല? എക്സ്റ്റേണൽ അഫയേഴ്സ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഞങ്ങൾ നിരന്തരം ചോദിച്ചപ്പോഴും അവരെന്താ പറയുന്നത്? ഞങ്ങൾക്കിപ്പോൾ പറയാൻ പറ്റില്ല എന്നാണ് പറയണേ. എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല? ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? അതായത് ജനപ്രതികളുടെ ചോദ്യത്തിന് ഉത്തരം പറയുക എന്നുള്ളതല്ലേ എക്സിക്യൂട്ടീവിൻ്റെ അക്കൗണ്ടബിലിറ്റി? ഇന്ത്യയുടെ ചരിത്രത്തിൽ രാജ്യസഭയിൽ ഞാൻ എത്രയോ 3-3.5 പതിറ്റാണ്ടായിട്ട് കാണുക, അതെ, രാജ്യസഭയുടെ കീഴ്വഴക്ക പ്രകാരം ഒരു മന്ത്രി ഒരു പ്രസ്താവന നടത്തിയാൽ അംഗങ്ങൾക്ക്, ഏതാനും അംഗങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശമുണ്ട്. അത് ലോകസഭയിലില്ല, രാജ്യസഭയിൽ മാത്രമാണ്. ആദ്യമായിട്ടാണ് ഒരു കേന്ദ്രമന്ത്രി, പ്രത്യേകിച്ച് ഇത്രയും പാണ്ഡിത്യമുള്ള പ്രാഗൽഭ്യമുള്ള വിദേശകാര്യ വകുപ്പ് സെക്രട്ടറി നിലയിൽ കൈകാര്യം ചെയ്ത ഒരു മന്ത്രിക്ക് ഉത്തരവില്ലാതെ പോകുന്നു. ഒളിച്ചോടുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ. ആരെ ഭയന്നാണ് സാർ നിങ്ങൾ? ട്രംപിനെ ഭയന്നാണോ? അമേരിക്കയെ ഭയന്നാണോ? അതാണോ ഇന്ത്യയുടെ വിദേശ നയം? അതാണോ ഇന്ത്യയുടെ പശ്ചാത്തലം? ചരിത്രം അതാണോ? നമ്മൾ ഈ യാഥാർത്ഥ്യങ്ങളല്ലേ ഉൾക്കൊള്ളേണ്ടത്? ഇവിടെ അങ്ങോട്ട് പോയത് ഇല്ലീഗലാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1 കോടി രൂപ മുടക്കി പോയിട്ടുള്ള ആൾക്കാരുണ്ട്. ഞാൻ ഒരു വിവരം കൂടെ തരാം. അതായത് വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഞങ്ങൾ ഇല്ലീഗൽ ഏജൻസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ 3500-ലേറെ ഇല്ലീഗൽ ഏജൻസികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഗവൺമെൻറ് ഇത്രയും കാലത്തിനിടയ്ക്ക് ഈ 3500 ഇല്ലീഗൽ റിക്രൂട്ടിംഗ് ഏജൻസിനെ പിടിക്കാൻ വേണ്ടി എന്താ ചെയ്തത്? പ്രോത്സാഹിപ്പിക്കല്ലേ ചെയ്ത്? ഇനി ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന, ഇവിടെ വിമാനം കയറിയല്ലേ പോകുന്നത്, എയർപോർട്ടിലൂടെയല്ലേ പോകുന്നത്, എമിഗ്രേഷൻ കഴിഞ്ഞിട്ടല്ലേ പോകുന്നത്, ആഭ്യന്തര വകുപ്പല്ലേ എമിഗ്രേഷൻ കൈകാര്യം ചെയ്യുന്നത്? എത്ര ഇന്ത്യക്കാർ ഇന്ത്യൻ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് വിദേശത്തേക്ക് പോയി എന്നുള്ള കണക്ക് നിങ്ങൾക്കുണ്ടോ? ഏത് രാജ്യത്തേക്ക് പോയിന്നുണ്ടോ? ഇന്ന് ഞാൻ ചോദിച്ചു, ഡേറ്റയുണ്ടോ? ഡു യു ഹാവ് എനി ഡേറ്റ അബൌട്ട്? ഇല്ല. ഡേറ്റ പോലും വെക്കാത്തൊരു രാജ്യമായി മാറി നമ്മൾ. ഇപ്പോൾ ഉക്രൈനിൽ ഈ പ്രതിസന്ധി വന്നപ്പോഴാണ് ഇത്രയും ഇന്ത്യൻ വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ടെന്നുള്ള കാര്യം പോലും നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ വിദേശകാര്യ മന്ത്രി എന്താ ഞങ്ങളോട് പറഞ്ഞത്? വിദേശകാര്യ സെക്രട്ടറി കമ്മിറ്റി എന്ന് പറഞ്ഞ് വി ഡിഡ് നോ അബൌട്ട് ഇറ്റ്, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന്. ഇതാണോ ഒരു രാജ്യം? ഇത്രയും ആരോ പറഞ്ഞ പോലെ ഒരു ആധുനിക രാജ്യം, ശക്തി, 5 ട്രില്യൺ 3 ട്രില്യണിലേക്ക് പോകുന്നു, ഏറ്റവും വലിയ ശക്തി എന്നൊക്കെ പറഞ്ഞ ഒരു രാജ്യത്തിന് തങ്ങളുടെ പൗരന്മാർ എവിടേക്ക് പോകുന്നു? അവർ രാജ്യത്തിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വിട്ടുകളാ. ഈ രാജ്യം എമിഗ്രേഷൻ കൗണ്ടറിലൂടെ പുറത്തേക്ക് പോകുന്ന ആൾക്കാരുടെ എണ്ണം പോലും ഇല്ല എന്ന് പറയുമ്പോൾ എന്താണ് അവസ്ഥ? പിന്നെ അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്, ഈ പറയുന്ന ഇപ്പം വിൻസെൻ്റ് ഈ കരാറുകളെക്കുറിച്ച് പറഞ്ഞു. എൻ്റെ മുമ്പിലൊരു കരാറുണ്ട്, ഇൻ്റർനാഷണൽ കവനൻ്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്, ICCPR. അതായത് അതിനകത്ത് കൃത്യമായിട്ട് എംഫസൈസ് ചെയ്തൊരു കാര്യമുണ്ട്, വിച്ച് എംഫസൈസ് ഓൺ ഹ്യൂമെൻ ട്രീറ്റ്മെൻറ്റ് ഇൻ ഡിപ്പോർട്ടേഷൻ കേസ്. ഇന്ത്യയും അമേരിക്കയും ഒപ്പുവെച്ച കരാറല്ലേ? ആ കരാറിൻ്റെ നഗ്നമായ ലംഘനമല്ലേ നടക്കുന്നത്? അതെങ്കിലും ഇന്നിവിടെ ചർച്ച ചെയ്ത സമയത്ത് വിദേശകാര്യമന്ത്രിക്ക് പറഞ്ഞുകൂടി? അതായത് ഇൻ്റർനാഷണൽ പ്രോട്ടോകോൾ അമേരിക്ക അംഗീകരിക്കാനും അനുസരിക്കാനും ബാധ്യസ്ഥമാണെന്ന് പറഞ്ഞുകൂടി? മറ്റ് ചെറിയ രാജ്യങ്ങൾക്ക് പോലും തലയുയർത്തിപ്പിടിച്ച് പറയാം. അതായത് അമേരിക്കയെ ആശ്രയിച്ച് ജീവിക്കാനേ പറ്റുള്ളൂ, അമേരിക്കയുടെ ആശ്രയമില്ലെങ്കിൽ ജീവിക്കാൻ പോലും പറ്റാത്ത ആ രാജ്യങ്ങൾ പോലും തങ്ങളുടെ അമർഷവും പ്രതിഷേധവും പ്രകടിപ്പിക്കുമ്പോൾ അമേരിക്കയൊന്നും ആശ്രയിക്കാതെ തന്നെ ജീവിച്ച ചരിത്രമുള്ള, മുമ്പോട്ട് പോയ ചരിത്രമുള്ള, മുമ്പോട്ട് പ്രയാണം ചെയ്ത ഒരു പശ്ചാത്തലം നമ്മൾ എന്തിനാണ് പേടിക്കുന്നതെന്നാണ് അങ്ങയുടെ പ്രസക്തമായ ചോദ്യം സാർ. അത് പ്രസക്തവുമാണ്. ഞാൻ ഇടപെടുകയാണ് ശ്രീ മിഥുൻ വിജയകുമാർ. ഇവിടെ എന്തിനാണ് പേടിക്കുന്നതെന്ന ചോദ്യം അവിടെയുണ്ട്. ട്രംപിനെ പിണക്കണ്ടാന്നേ, വളരെ വളരെ മയപ്പെട്ട, വളരെ മൈൽഡ് ശബ്ദത്തിൽ, അത് മോശമായി പോയി കേട്ടോ, എന്നെങ്കിലും മയപ്പെട്ട ശബ്ദത്തിൽ വരികൾക്കിടയിലൂടെയെങ്കിലും പറയാമായിരുന്നു. അന്നുണ്ടായില്ല. ഇവിടെ ശ്രീ രാജീവ് പി നായരുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി, അല്ലെങ്കിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് സഭയിൽ പറയുന്നുണ്ടായിരുന്നു, എന്താണ്, വിദേശകാര്യമന്ത്രി അവിടെ തമ്പടിച്ച് നമ്മുടെ പ്രധാനമന്ത്രിയെ ട്രംപിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിപ്പിക്കാൻ വേണ്ടി അവിടെ പാടുപെട്ട് കാര്യമൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് സഭയിൽ ബഹളമൊക്കെ ഉണ്ടായി. അതിൻ്റെ യാഥാർത്ഥ്യം എന്തോ ആയിക്കോട്ടെ. ഇവിടെ ഇന്ത്യ സഹകരിക്കാത്ത രാഷ്ട്രമാണ് എന്ന് രേഖപ്പെടുത്തിയ കാര്യം ആധികാരികമായി ജോൺ ബ്രിട്ടാസ് MP പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ പൗരന്മാരെ കൈവിലങ്ങും കാൽച്ചിലും കൂച്ചുവിലങ്ങും കാണിച്ച് ഇങ്ങോട്ടേക്ക് വിടുന്നു. എവിടെയാണ് കൊട്ടിഘോഷിക്കപ്പെടുന്ന മോദി ട്രംപ് ഇന്ത്യ അമേരിക്കൻ സൗഹൃദം? ശ്രീ മിഥുൻ വിജയകുമാർ. അതിന് ഞാൻ ഉത്തരം പറയാം ഹാഷ്മി. പക്ഷേ എനിക്ക് മുമ്പേ സംസാരിച്ച മാന്യനായ നമ്മുടെ MP അദ്ദേഹം ഇവിടെ ചപ്പടാച്ചി എന്നൊക്കെ ഒരു പ്രയോഗം നടത്തിയിട്ടാണ് ഞാൻ പറഞ്ഞ വാദങ്ങളല്ല എന്നെ തന്നെ അദ്ദേഹം ഇൻഡിക്കേറ്റ് ചെയ്യാൻ നോക്കിയത്. അദ്ദേഹത്തിന് ഇവിടെ എന്താ പറയുക, ഞാൻ പറഞ്ഞ റിസ്ട്രെയിൻ എന്ന വാക്ക് ഭയങ്കരമായി അങ്ങ് പൊള്ളി. എന്തായാലും ജോൺ ബ്രിട്ടാസ്, താങ്കൾ പാർലമെന്റിൽ പോയിട്ട് ഈ രാജ്യം മൊത്തം കേൾക്കാൻ വേണ്ടി പറയുന്ന കഷ്ണമുറി ഇംഗ്ലീഷിനേക്കാളും എന്തുകൊണ്ടും മലയാളിക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയാണ് റിസ്ട്രെയിൻ.
അത് താങ്കൾക്ക് ബ്രിട്ടാസിന്റെ custom regulation ആണ് താങ്കളെ പറയൂ മിഥുൻ വിജയകുമാർ. ബ്രിട്ടാസിന്റെ ഇംഗ്ലീഷ് ഭാഷാജ്ഞാനത്തെ കളിയാക്കല്ലേ? മനസ്സിലാവുന്ന രീതിയിൽ താങ്കൾ സംസാരിക്കും. ജോൺ ബ്രിട്ടാസിന്റെ ഇംഗ്ലീഷ് ഭാഷാജ്ഞാനത്തെ കളിയാക്കല്ലേ സർ? ചപ്പടാച്ചി എന്ന വാക്ക് ഉപയോഗിച്ചു എന്ന് കരുതിയുകൊണ്ട് ജോൺ ബ്രിട്ടാസിന്റെ ഇംഗ്ലീഷ് മോശമാണെന്ന് പറയല്ലേ? വേറെ ആരെയും പറയുമോ? ബ്രിട്ടാസിന്റെ ചപ്പടാച്ചി എന്ന് പറഞ്ഞാൽ വലിയ ചപ്പടാച്ചി എവിടെ ചെന്ന് കഴിഞ്ഞാലും ചപ്പടാച്ചി തന്നെ. അപ്പം മാത്രമല്ല ബ്രിട്ടാസ് എങ്ങനെയാണ് പാർലമെന്റിലേക്ക് എത്തിയത് എന്ന കഥ അല്ല, ബ്രിട്ടാസ് രാജ്യസഭയിലേക്ക് വ്യക്തിപരമാക്കല്ലേ. ജോൺ ബ്രിട്ടാസ് ആധികാരികമായി അദ്ദേഹം ഇരുന്ന സമിതിയുടെ കണക്കുകൾ അടക്കം നിർത്തി പറയുകയാണ്. അല്ല, ഞാൻ അദ്ദേഹം പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. അതെ, അദ്ദേഹം പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ വരാം. ബ്രിട്ടാസിന് ഇവിടെ കാർനെഗി എൻഡോവ്മെന്റ് ഫോർ ഇന്റർനാഷണൽ പീസ് എന്നൊരു പ്രസ്ഥാനത്തിന്റെ പേര് അറിയാമോ? എന്താ അവർ ചെയ്യുന്നത് അറിയാമോ? ഞാൻ അദ്ദേഹത്തോട് ഡയറക്റ്റായി ചോദിക്കുകയാണ്. വാട്ട് ഇസ് കാർനെഗി എൻഡോവ്മെന്റ് ഫോർ ഇന്റർനാഷണൽ പീസ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ചെയ്യുന്ന കാര്യം ഒന്ന് പറയാമോ? വായനാശീലമുള്ള കുവൈറ്റ് ഇവാക്യുവേഷൻ വളരെ നേരിട്ട് റിപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഒന്ന് പറയാമോ? കാർനെഗി എൻഡോവ്മെന്റ് ഫോർ ഇന്റർനാഷണൽ പീസിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ട്. അവരാരാണോ എന്ന് പറഞ്ഞുതരാമോ ബ്രിട്ടാസ്? അതാരാണെന്ന് പറയാമോ? കാർനെഗി എൻഡോവ്മെന്റ് ഫോർ ഇന്റർനാഷണൽ പീസ് ഞാൻ നേരത്തെ പറഞ്ഞത് അവരെ കോട്ട് ചെയ്തുകൊണ്ടാണ്. ബ്രിട്ടാസിന് ഈ കാര്യം അറിയുന്നതുകൊണ്ടാണല്ലോ തിരുത്തി. വായനാശീലം ഇല്ല, അദ്ദേഹം അത് വായിച്ചിട്ടില്ല, എവിടെ നിന്നും ഇങ്ങനെയുള്ള ഈ എന്താ പറയാ ഇത്രയും നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയേണ്ട കാര്യമില്ലല്ലോ. എന്ത് വേഷം? ഞാൻ ചപ്പടാച്ചി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? അല്ല, താങ്കൾക്ക് അതിന് ഉത്തരം അറിയില്ല. അപ്പൊ താങ്കൾ അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ താങ്കൾ മിണ്ടാതിരിക്കുക. അല്ലാതെ മറ്റുള്ളവരെ പ്രശ്നിക്കുന്ന രീതിയിലുള്ള മറുപടി പറയാൻ ഞാൻ ആരാണെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞത് അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ആനക്കാര്യമൊന്നും അല്ല. ടാങ്ക് ആണ് ഹാഷ്മി. ഇത്രയും ജീനിയസ് ആയിട്ടുള്ള മനുഷ്യന് ഇത്രയും അല്ല, അദ്ദേഹം 1990 ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട കുവൈറ്റ് ഇവാക്യുവേഷന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല അദ്ദേഹം അവിടെ ഇവിടെ മിഥുൻ വിജയകുമാർ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഇന്ന് കേട്ട അദ്ദേഹം ഇരുന്ന സമിതിയുടെ കണക്കടക്കം ജാതികാരി പറയുമ്പോ ഏതോ കർണകി പറയുകയാണോ? അതൊരു ഇൻഡിപെൻഡന്റ് അനാലിസിസ് ആണ്, ഒരു കാര്യമില്ല. ചർച്ച കൊളാക്കാനും ഞാൻ സമ്മതിക്കില്ല. താങ്കൾക്ക് മറുപടി ഇല്ലെങ്കിൽ എന്തെങ്കിലും ഗൂഗിളിൽ തെളിഞ്ഞ് ഈ പറഞ്ഞ കർണകി എന്നൊക്കെ എടുത്തുകൊണ്ട് വന്ന് മുട്ടാപ്പുക ചർച്ചയുടെ ദിശ മാറ്റിക്കളയല്ലേ? ഞാൻ മറുപടിയല്ലേ പറഞ്ഞത്. അദ്ദേഹം കുവൈറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എനിക്ക് അതിനെക്കുറിച്ച് ഒരു വിവരമില്ലാന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അത് ഞാൻ വ്യക്തത വരുത്തണ്ടേ? അപ്പൊ അതിൽ പറഞ്ഞൊരു കാര്യം കാർണഗി ഇന്റർനാഷണൽ എന്ന് പറയുന്ന തിങ്ക് ടാങ്കിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യമാണ്. In the absence of clear procedures for priority evacuations, embarkation processes are often based on ad hoc or personal, political and economic interests. For example, during the August 1990 visit to Kuwait, diplomat KP Fabian recalls how the selection of evacuees was initially left at the discretion of the External Affairs Minister I.K. Gujral, who began to distribute his business cards as passes to individuals to fly out on priority basis on the IL-76 aircraft transporting him. Fabian was thus suddenly faced with hundreds of Punjabi people who were essentially wealthy, healthy and were all men, while thousands of women, children and elderly camped on the streets in the heat outside the embassy. അപ്പോൾ ഇത്രയധികം റിപ്പോർട്ട് ചെയ്ത മനുഷ്യന് ഈ ഒരു കാര്യം മാത്രം അറിയാതെ എങ്ങനെയാ പോയത്? അദ്ദേഹം അതിനൊരു റെഫറൻസ് ആയി പഠിക്കണം എന്ന രീതിയിലൊക്കെയാണ് പറഞ്ഞത്. അന്ന് ഹെൽത്തി വെൽത്തി ആയിട്ടുള്ള പുരുഷന്മാർക്ക് IK ഗുജറാളിന്റെ ബിസിനസ് കാർഡ് ഉപയോഗിച്ചായിരുന്നു അവിടെ നിന്ന് ഇവാക്യുവേഷൻ നടന്നത്. മിസ്റ്റർ ബ്രിട്ടാസ്, താങ്കൾ ഈ റിപ്പോർട്ടൊക്കെ എടുത്തൊന്ന് വായിച്ചു നോക്കൂ. താങ്കൾ ഇത്രയും വായനാശീലമുള്ള മറ്റുള്ളവരൊക്കെ വളരെ പുച്ഛിച്ച് കാണുന്ന നമ്മുടെ പൗരന്മാരുടെ കയ്യും കെട്ടി കാലും കെട്ടി ചങ്ങല കിട്ടുന്ന രാജ്യത്തിന് കമാന്ന് മിണ്ടാൻ ധൈര്യമില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെപ്പറ്റി പറയൂ. അതിനുശേഷം നമുക്ക് കാർണഗിയെ പറ്റി പറയാം. മിഥുൻ, അല്ല, രാജ്യത്തിന് കമാന്ന് മിണ്ടാൻ ധൈര്യമുണ്ടോ ഇല്ലയോ എന്നല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ നോർമൽ ആയിട്ടുള്ള ഇവാക്യുവേഷൻ പ്രൊസീജിയേഴ്സ് പോലും മര്യാദയ്ക്ക് നടത്താൻ പറ്റാത്ത സർക്കാരുകൾ ഉണ്ടായിരുന്നു. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇല്ലീഗൽ ഇമിഗ്രൻസ് പ്രൊസീജിയേഴ്സിൽ അവരുടെ SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. ഇനി SOP എന്ന് പറഞ്ഞാൽ ഏതോ ലോകത്ത് ഉണ്ടാക്കിയെടുക്കുന്ന വാക്കാന്ന് ബ്രിട്ടാസ് പറയും. പക്ഷേ അവരുടെ SOPയിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ അവരുടെ SOPയിൽ പറഞ്ഞൊരു കാര്യമാണ് ഞാനിവിടെ കോട്ട് ചെയ്യാൻ ശ്രമിച്ചത്. അതിലെ ഒരു റിസ്ട്രെയിൻ എന്ന വാക്കാണ് ഈ പറയുന്ന മാന്യന് വളരെ ബുദ്ധിമുട്ടായി തോന്നിയത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം ഇവിടെ വേറൊരു കാര്യം പറഞ്ഞു, ഡിപ്പോർട്ടേഷൻ ഇൻ മാസ് നമ്പേഴ്സ് അല്ലേ? ഇത്രയും വലിയ, അതായത് എയർക്രാഫ്റ്റ് കാരിയറിന് കപ്പാസിറ്റി ഉള്ള 104 ആളുകളെയാണ് തിരിച്ചു കൊണ്ടുവന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇത്ര കപ്പാസിറ്റി ഇല്ലാത്ത ഒരു മാസ് ഇവാക്യുവേഷൻ ഒന്നുമല്ല, ഇറ്റ്സ് എ നോർമൽ പ്രൊസീജിയർ.
ഓരോ വർഷത്തെയും കണക്ക് പരിശോധിക്കണമെങ്കിൽ അതിന്റെ കൃത്യമായ കണക്കെന്ന് ഇക്കാലം അത്രയും ഇല്ലാത്ത താങ്കൾ പറയുന്ന റിസ്ട്രെയിൻ, ഇക്കാലം അത്രയും ഇല്ലാത്ത താങ്കൾ പറയുന്ന റിസ്ട്രെയിൻ, കൈവിലങ്ങും കാൽച്ചങ്ങലയും ഇപ്പോൾ ഉണ്ടാവുന്ന എന്തുകൊണ്ടാണ് മിഥുൻ? നേർക്കുനേർ ചോദ്യമാണ്. ഇക്കാലം അത്രയും ഇല്ലാത്ത താങ്കൾ ഈ SOP യിൽ പറയുന്ന, താങ്കൾ ഈ ISOB യിൽ പറയുന്ന, താങ്കൾ ഈ കാർണഗിയിൽ പറയുന്ന റിസ്ട്രെയിൻ, ഇക്കാലം അത്രയും ഇല്ലാതിരുന്ന കൈവിലങ്ങും കാൽച്ചങ്ങലയും ഇക്കുറി മാത്രം ഉണ്ടായത് എന്താണ് മിഥുൻ? ഹാഷ്മി ഇതിലെ ഇതിലെ SOP യിലെ പ്രൊസീജിയേഴ്സിൽ എക്സെപ്ഷൻ എന്ന് പറഞ്ഞത് വിമൻ ആൻഡ് ചിൽഡ്രൻ മാത്രമാണ്. ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യമുണ്ട്. ശരി, അതിന് മറുപടി താങ്കൾക്കുമില്ല, ഇന്ന് ജയശങ്കറിനുമില്ല, നമ്മുടെ വിദേശകാര്യമന്ത്രിക്കുമില്ല. ആയിരിക്കും അത് അവരുടെ SOP യിലുള്ള ഒരു കാര്യമാണ്, അത് അവരുടെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയറാണ്. അപ്പൊ താങ്കൾക്ക് അല്ല, ഇത് സിവിലിയൻ വിമാനത്തിൽ കൊണ്ടുവന്ന ആൾക്കാരുടെ കാൽച്ചലങ്ങ് ഇത്ര ഇക്കാലം അത്രയും ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഇപ്പൊ മാത്രം SOP താങ്കളുടെ? ഇങ്ങനെയായിരുന്നു. അങ്ങനെയല്ല, എല്ലാ കാലത്തും ഈ കാൽച്ചലം ഉണ്ടായില്ല, എല്ലാ കാലത്തും ഈ കൈവലം ഉണ്ടായില്ല, എല്ലാ കാലത്തും ഈ അവഹേളനവും നെറുകേടും ഉണ്ടായിട്ടില്ല. ഹാഷ്മി ഇതില് ഉണ്ടായിരുന്നു. ഹാഷ്മി എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഹാഷ്മി എല്ലാ കാലത്തും ഉണ്ടായിരുന്നില്ല മിഥുൻ. സ്റ്റാൻഡേർഡ് പ്രൊസീജിയറാണ്. ഇതാണ് ഞാൻ കോട്ട് ചെയ്ത് പറഞ്ഞത്. എല്ലാ കാലത്തും ഉണ്ടായിരുന്നില്ല മിഥുൻ. ഒന്ന് കാണിച്ചു തരാമോ? ഒരു സിവിലിയൻ വിമാനത്തിൽ ഇവിടെ വന്നിറങ്ങി ഒരു കൈച്ചലങ്ങും കാൽവലങ്ങും അണിഞ്ഞ ഒരു ഇന്ത്യക്കാരനെ കാണിച്ചു തരാമോ? രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഇതിനെ മാറ്റാൻ ശ്രമിക്കുകയും ഈ ഒരു വിഷയത്തെ മാറ്റിമറിച്ചുകൊണ്ട് ഹാഷ്മി ഇത് എത്രയോ കാലമായിട്ടുള്ള പ്രൊസീജിയറാണ്. അവരുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവരത് ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ അസംഷൻ കാര്യമില്ല. ആധികാരികമായി മേഖലയിൽ ബന്ധപ്പെട്ടവർ പറയുന്നത് ഇവിടെ ഈ പറയുന്ന യുദ്ധവിമാനം നമ്മുടെ രാജ്യത്ത് ഇറങ്ങലും ആ യുദ്ധവിമാനത്തിനകത്ത് ഇന്ത്യക്കാരെ കയ്യും കാലും വിലങ്ങി ഇവിടെ എന്താണ് അറവുശാലയിൽ കൊണ്ടുവന്ന കന്നുകാലികളെ പോലെ കൊണ്ടുവന്നിട്ടില്ല എന്ന് ആധികാരികമായി പറയേണ്ടവർ പറയുന്നുണ്ട്. ഷാജി പി നായർ, ഇത്തവണത്തെ RSS മുഖമാസികയുടെ മുഖപ്രസംഗം ട്രംപിനെ വാഴ്ത്തുന്ന മുഖപ്രസംഗമാണ്. ആദ്യഘട്ടത്തിലൊക്കെ ഈ പറഞ്ഞ കുടിയെ ഈ പുറന്തള്ളലിനെ വാനോളം പുകഴ്ത്തുന്നുണ്ട്. അത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ അവിടെ ശീതയുദ്ധകാലത്തെ റഷ്യയേക്കാൾ അമേരിക്ക ഭയക്കുന്നത് ചൈനയെയും ഭാരതത്തെയുമാണ്. ജനാധിപത്യ രാജ്യമായ ഭാരതത്തെ കൂടെ നിർത്തി ചൈനീസ് വ്യാളിയെ നേരിടാനായിരിക്കും ഇനിയുള്ള കാലം അമേരിക്ക ശ്രമിക്കുക. അതായത് ട്രംപിന്റെ രണ്ടാം ഊഴം ഭാരതത്തിന് പല സാധ്യതകളും തുറന്നിടുന്നുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. അവിടെ തുറന്നിടലാണോ അടക്കലാണോ രാജു പി നായർ? ഈ പറയുന്ന ഇന്ന് വന്ന 105 പേർ, അതല്ലാതെ 18,000 പേർ, അതല്ലാതെ 7 ലക്ഷം പേർ നെഞ്ചിൽ നെരിപ്പോടുമായി കഴിയുകയാണ് പുതിയ ട്രംപിന്റെ കീഴിൽ. രാജു പി നായർ, ആഷ്മി, ഞാൻ അതിലേക്ക് എത്താം. അതിനു മുമ്പ് ഒരു 2 മിനിറ്റ് കൊണ്ട് ഞാൻ മിഥുൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ. മിഥുൻ്റെ വലതുപക്ഷ നിരീക്ഷകന്റെ ആത്മാഭിമാനം മുറിവേറ്റു. എപ്പോഴാണെന്നറിയോ? ജോൺ ബിട്ടാസ് അദ്ദേഹം ചപ്പടാച്ചി പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ വല്ലാതെ മുറിവേറ്റു അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാനം. ഈ ചർച്ചയിലൊരിടത്തും ഈ വന്ന 104 പേരെ 41 മണിക്കൂർ മൂത്രമൊഴിക്കാൻ പോലും സമയം കൊടുക്കാതെ ഇന്റർനാഷണൽ കൺവെൻഷൻസിന് വിരുദ്ധമായി മനുഷ്യത്വരഹിതമായി ട്രീറ്റ് ചെയ്ത അമേരിക്കയുടെ നടപടി അദ്ദേഹത്തിന് മുറിവേൽപ്പിക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിച്ചിട്ടില്ല. ഈ മിഥുൻ വിജയകുമാർ മുതൽ നരേന്ദ്രമോദി വരെയുള്ളവരുടെ മാനസികാവസ്ഥ അതാണ് ഇതിനകത്ത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. മിഥുൻ വിജയകുമാർ അങ്ങ് കാർണഗി എൻഡോവ്മെന്റ് ഫോർ ഇന്റർനാഷണൽ പീസിന്റെ റിപ്പോർട്ടൊക്കെ എടുത്ത് ഉപയോഗിച്ചു. അങ്ങ് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യമുണ്ട്. ഡിപ്പോർട്ടേഷനും ഇവാക്വേഷനും രണ്ടാണ്. ഇവാക്വേഷൻ എന്ന് പറയുന്നത് ഒരു വിദേശ രാജ്യത്ത് ഒരു വാർ ആവട്ടെ, ഒരു ഹെൽത്ത് എമർജൻസി ആവട്ടെ. ഞാൻ അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടിയില്ലല്ലോ. ഒരു ഹെൽത്ത് എമർജൻസി ആവട്ടെ, ഒരു വാർ ആവട്ടെ, ഒരു കലാമിറ്റി ആവട്ടെ, ഏതൊരു എമർജൻസി ഉണ്ടാവുമ്പോൾ തങ്ങളുടെ പൗരന്മാരെ എന്ന് വെച്ചാൽ ലീഗലായിട്ട് പോയിട്ടുള്ള മൈഗ്രൻസിനെ പോലും അവിടെ നിന്ന് ആ അപകടാവസ്ഥയിൽ നിന്ന് സുരക്ഷിതമായി മാതൃനാട്ടിലേക്ക് എത്തിക്കുക, ബന്ധുക്കളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന പ്രോസസ്സാണ് ഇവാക്വേഷൻ. ഡിപ്പോർട്ടേഷൻ അതല്ല. ഡിപ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇല്ലീഗലായിട്ട് കാണുന്ന അല്ലെങ്കിൽ അവിടെ ക്രൈം ചെയ്തിട്ടുള്ള ഒരാളെ അവിടെ നിന്ന് സർക്കാരുകൾ തമ്മിൽ സംസാരിച്ച് ക്രൈം ചെയ്തിട്ടുള്ളതാണെങ്കിൽ അവിടെ നിന്ന് തിരിച്ചയക്കുന്ന പ്രോസസ്സാണ് ഡിപ്പോർട്ടേഷൻ. ഡിപ്പോർട്ടേഷനും ഇവാക്വേഷനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, രണ്ടും രണ്ടാണെന്നുള്ള അടിസ്ഥാന തത്വം ഒരു ചർച്ചയ്ക്ക് വരുമ്പോൾ അങ്ങ് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ടില്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നോക്കൂ ഹാഷ്മി, ഇവിടെ നരേന്ദ്രമോദിയുടെ സൗഹൃദം ട്രംപായിട്ട് എന്താ? നരേന്ദ്രമോദിയുടെയും ട്രംപിന്റെയും സൗഹൃദം രണ്ട് രാജ്യത്തെയും ആഭ്യന്തര ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ്. രണ്ട് രാജ്യത്തെയും ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ എന്താ?
ട്രംപിനെയും നരേന്ദ്രമോദിയെയും ഒരുമിപ്പിക്കുന്ന അടിസ്ഥാന രാഷ്ട്രീയം എന്താ? ഇസ്ലാമോഫോബിയ. ഇസ്ലാമോഫോബിയയുടെ പുറത്ത് കെട്ടിപ്പൊക്കിയിരിക്കുന്ന ഒന്നാണ് ട്രംപും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം. അത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധമല്ല, ഇന്ത്യയും മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമല്ല. ഈ വൈരുദ്ധ്യമുള്ളത് കൊണ്ടാണ് 2 മാസം മുമ്പ് ഗാസയിലെ പ്രശ്നത്തിൽ, പാലസ്തീനിലെ പ്രശ്നത്തിൽ 1967 2 നേഷൻ തിയറി നടപ്പാക്കണം എന്നുള്ളതാണ് ഇന്ത്യയുടെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള നിലപാട് എന്ന് പറഞ്ഞുകൊണ്ട് UN-ൽ പാലസ്തീൻ അനുകൂലമായിട്ട് വോട്ട് ചെയ്ത നരേന്ദ്രമോദിയുടെ സർക്കാർ. അത് ഇന്ത്യ, നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഇന്ത്യ. പക്ഷെ നരേന്ദ്രമോദി അവിടെ നിന്ന് നെതന്യാഹുവിനെയും അതുപോലെ തന്നെ ട്രംപിനെയും വേണമെങ്കിൽ ഗാസയിൽ ഇപ്പോൾ കടക്കാൻ പോകുന്ന ക്ലെൻസിങ് പ്രോസസ്സിനെ ഉൾപ്പെടെ അനുകൂലിക്കും. പക്ഷെ ഇന്ത്യക്ക് അത് ചെയ്യാൻ കഴിയില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദിക്കും ഇന്ത്യയും തമ്മിൽ ഡിപ്ലോമാറ്റിക് റിലേഷൻസിൽ ഒരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഇത് രാജ്യം അനുഭവിക്കുന്നത്. ഇതെല്ലായിടത്തും കാണുമല്ലോ. ചൈനയിൽ നിന്ന് വന്നപ്പോൾ എന്ത് പറ്റി? ഒരുമിച്ചിരുന്ന് ഊഞ്ഞാലാടി. അതേ സമയത്തല്ലേ ചൈനക്കകത്ത് കയറിയത്, ഇന്ത്യക്കകത്ത് കയറി. എന്നിട്ട് ഇന്ത്യക്കകത്ത് കയറി എന്ന് പോലും പറയാൻ പേടിക്കുന്ന ഒരു നരേന്ദ്രമോദിയല്ലേ കാണുന്നത്. അതാണ് ഇന്നലെ പാർലമെന്റ് ചോദിച്ചത്. ആർമിയുടെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് വരെ നെഗോഷിയേറ്റ് ചെയ്യണം. എന്തിന്? ബോർഡർ ഇത് ചെയ്യാൻ വേണ്ടി, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. അപ്പൊ പറയാണ് കയറിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈ ഗാൽവനിൽ 20 സൈനികർ കൊല്ലപ്പെട്ടത് ഇന്ത്യയുടെ അതിർത്തിക്കകത്താണോ ചൈനയുടെ അതിർത്തിക്കകത്താണോ നരേന്ദ്രമോദി പറയണം. ഇന്ത്യയുടെ അതിർത്തിക്കാണ് അകത്താണ് ആ 20 സൈനികർ കൊല്ലപ്പെട്ടതെങ്കിൽ ഇന്ത്യയുടെ ഇതിനകത്ത് ചൈന ഇൻട്രൂഡ് ചെയ്തു എന്നുള്ളതും നരേന്ദ്രമോദി പറയുന്നത് പച്ചക്കള്ളമാണെന്ന് തെളിയും. അതല്ല, ചൈനക്കകത്താണ് കയറിയെങ്കിൽ നമ്മൾ ഇന്റർനാഷണൽ ബോർഡർ എഗ്രിമെന്റ് നമ്മൾ തെറ്റിച്ചു എന്ന് സമ്മതിക്കേണ്ടി വരും. ഇതാണ് ഇവരുടെ പ്രശ്നം. അന്ന് മ്യാൻമറിൽ കയറി നമ്മളൊരു കവേർട്ട് ഓപ്പറേഷൻ നടത്തി. മ്യാൻമറിൽ കയറി കവേർട്ട് ഓപ്പറേഷൻ നടത്തിയപ്പോൾ ഈ രാജ്യത്തിന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞു, ഇതാ ഞങ്ങൾ മ്യാൻമർ അതിർത്തി കടന്ന് ഞങ്ങൾ അവരെ കൊന്നിരിക്കുന്നു. ഏറ്റവും വലിയ മണ്ടത്തരമല്ലേ കാണിച്ചത്? അതുകൊണ്ടല്ലേ മ്യാൻമർ ഇന്ത്യയിൽ നിന്ന് അകന്നുപോയത്. നേപ്പാൾ ഇന്ത്യയുടെ കൂടെ ഉണ്ടോ? ബംഗ്ലാദേശ് ഇന്ത്യയുടെ കൂടെ ഉണ്ടോ? ശ്രീലങ്ക ഇന്ത്യയുടെ കൂടെ ഉണ്ടോ? മാലി ഇന്ത്യയുടെ കൂടെ ഉണ്ടോ? വിശാലമായ വിഷയങ്ങളിലേക്ക് വിൻസെന്റ് സാറിലേക്ക് ഒരിക്കൽ കൂടി പോകാനും കഴിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കണം, എന്റെ സമയം പൂർണ്ണമായി കഴിയുകയാണ്. എന്തായാലും ഇന്ന് കണ്ട കാഴ്ച, ആ കൈവിലങ്ങ്, ആ കാൽച്ചിലങ്ക അല്ലെങ്കിൽ ആ കാൽച്ചങ്ങല ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് അവരെ കണ്ടു കഴിഞ്ഞാൽ അത് ദ ഗ്രേറ്റ് ഇൻസൾട്ട് ഓഫ് ഡൊണാൾഡ് ട്രംപ് എന്ന് തോന്നുന്നു. ഒരു പൗരൻ എന്ന നിലയ്ക്കുള്ള എളിയ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് എൻകൗണ്ടർ പൂർണ്ണമാവുന്നു.